പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹീതമായ ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പകൽക്കാലത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ അനുഗ്രഹീത ദാസൻ പാസ്റ്റർ ബിനു വട്ടപ്പാറ, ഹല്ലേലൂയ, അതുപോലെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾ, മറ്റ് ദൈവദാസന്മാർ, കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഇ ജെ അബ്രഹാംധരൻ, പാസ്റ്റർ ജോൺ ശശി, പാസ്റ്റർ ടി ഫാർഡിനൻറ്റ്, ഹല്ലേലൂയ, നമ്മുടെ സഭയുടെ അംഗങ്ങളായിരിക്കുന്ന മറ്റ് അനേക ദൈവദാസന്മാർ, ദൈവമക്കൾ, ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. തുടർന്ന് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. കഴിഞ്ഞ 2-3 ദിനമായി നാം ഉപവാസത്തിലായിരിക്കുന്നു, പ്രാർത്ഥനയിലായിരിക്കുന്നു. അനേക വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം പലതിനും തരുന്ന വിടുതലുകൾക്കായി നമുക്ക് നന്ദിയോടെ ദൈവത്തെ കരമുയർത്തി വിശ്വാസത്തോടെ സ്തുതിക്കാം. നിശ്ചയമായി നമ്മൾ കർത്താവ് അനേക വിടുതലുകൾ നമ്മുടെ മധ്യയിൽ അയച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ കടന്നു വന്നവരെല്ലാം ആ വിടുതലുകൾ അനുഭവിക്കുന്നുവല്ല ഞാൻ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുന്നു. നാം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ, ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, വചനം ഏറ്റെടുക്കുന്നുവെങ്കിൽ, ആത്മാവിൽ ആരാധിക്കുന്നുവെങ്കിൽ, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഉപവസിക്കുന്നുവെങ്കിൽ വിടുതൽ തരുന്ന ഒരു കർത്താവാണ് നമ്മുടെ മധ്യയിലുള്ളത്. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ തുടർന്നുള്ള നിമിഷങ്ങളിലായിരിക്കാം. ഹല്ലേലൂയ. ഇന്ന് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബിനു അവരുകളാണ് നമ്മുടെ മധ്യ ശുശ്രൂഷിക്കുന്നത്. നിങ്ങൾക്ക് കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസനെ ദൈവം അനേക ഇടങ്ങളിൽ ഹല്ലേലൂയ ശക്തമായി കഴിഞ്ഞ നാളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അനേക നാളുകളായി ഞങ്ങൾക്ക് പരിചയമുണ്ട്. ഒരുമിച്ച് ശുശ്രൂഷിപ്പാൻ ദൈവ അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്ന ഇന്ന് പകൽക്കാലം നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യയിലുണ്ട്. നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് തുടർന്ന് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവ് എന്നോട് സംസാരിക്കണമേ, എനിക്ക് വേണ്ടുന്ന ആലോചന, വചനം, പോകേണ്ടുന്ന വഴി കാണിച്ച് തിരുത്തേണ്ടുന്ന ഭാഗങ്ങൾ, ഒരുക്കേണ്ടുന്ന അനുഭവങ്ങൾ അവിടുത്തെ ആത്മാവിൻ്റെ പകൽക്കാലം ഒരുക്കി എന്നെ വഴി നടത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ശുശ്രൂഷകൾക്കായിട്ട് കർത്താവിൻ്റെ ദാസനെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതം നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കടന്നു വരാനും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ടായിരിക്കാനും സർവകൃപാലുവായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ വിലപ്പെട്ട അവസരത്തിനെല്ലാം മഹത്വവും കർത്താവിന് അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സ്ഥലം സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കോശി അവർകൾ, കർത്താവിൻ്റെ ദാസൻ വാത്സല്യ തരകൻ പാസ്റ്റർ, ഈ ദൈവസഭയിലെ അനുഗ്രഹീതരായ ദൈവദാസി ദാസന്മാർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ ഏവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവിൻ്റെ ദാസനെ ഒപ്പിച്ചതും വളരെ മാസങ്ങൾക്ക് ശേഷമാണ് ആമേൻ ഈ ദിവസങ്ങളിൽ കർത്താവ് വീണ്ടും എന്നെ പൊതുവേദിയിൽ നിർത്തിയേക്കുന്ന എൻ്റെ ഓർമ്മ ശരി. അന്ന് രണ്ടാമത്തെ ആമേൻ ഹല്ലേലൂയ ഒരു വേദിയിലാണ് ഞാൻ നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വെൺമണി ക്രൂസൈഡിൽ ശുശ്രൂഷിക്കാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. മാസങ്ങൾക്ക് ശേഷം ആമേൻ ചില രോഗാവസ്ഥകളിലൂടെ കടന്നുപോയി. കർത്താവ് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് വിടുവിച്ചു. ഹല്ലേലൂയ. അത് ദൈവം അനുവദിക്കുന്ന പോലെ പുറകാലം ഞാൻ സാക്ഷ്യം പറയാം. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. വാത്സല്യ തരകം ഭാഷയൊക്കെ കടന്നു വന്ന് എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ച ദൈവദാസനാണ്. PMGയിലെ ഒത്തിരി ദൈവദാസന്മാർ 21 ഡേയ്സ് ഫാസ്റ്റിങ് നമ്മുടെ 4-5 നടക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ജോമോൻ പാഷൊക്കെ ലാസ്റ്റ് ദിവസങ്ങളിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചതൊക്കെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. മരണം മുന്നിൽ കണ്ട ദിവസങ്ങളുണ്ടായിരുന്നു. മരിച്ചു എന്ന് വിധി എഴുതിയ സന്ദർഭമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ഞാൻ അടുത്ത നിമിഷം മരണപ്പെടുമെന്ന് പറഞ്ഞ് ഞാൻ വൈഫിനോടൊക്കെ ഏറ്റവും ആമേൻ അടുത്ത നിമിഷങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മരണത്തെ മുഖാമുഖം കണ്ടിരിക്കുന്ന സമയത്ത് ദൈവം ഇറങ്ങി വന്ന് വിടുവിച്ചു. പുറകാലം ഞാൻ ആ സാക്ഷ്യം പറയാം. വചന ശുശ്രൂഷയുടെ ഒടുവിൽ ആമേൻ സാക്ഷ്യം ഞാനും വൈഫും കൂടെ ചേർന്നത് പറയാം. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ആമേൻ. 2-3 വചനഭാഗങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ കർത്താവ് എനിക്ക് ആമേൻ നിയോഗം നൽകിയിട്ടുണ്ട്. വളരെ പ്രാർത്ഥനയോടെ ഇപ്പോഴും ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. ആമേൻ 10 ടാബ്ലറ്റാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട്. പക്ഷേ ഇന്ന് ഞാൻ കഴിച്ചില്ല. ആമേൻ. ഇന്നിവിടെ ശുശ്രൂഷിക്കേണ്ടതുകൊണ്ട് ഞാൻ ടാബ്ലറ്റ്സ് കഴിച്ചില്ല.
ഹല്ലേലൂയ. അതിൻ്റെ ചില കോൺസിക്വൻസ് ഉണ്ട്. ശരീരത്തിന് ക്ഷീണം, വായൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും ദൈവദാസനോട് ഞാൻ വാക്ക് പറഞ്ഞത്, ഇന്ന് വരെ ഞാൻ പറഞ്ഞ വാക്കുകൾ എങ്ങനെ ഹല്ലേലൂയ പോകാതിരുന്നിട്ടില്ല. ഹല്ലേലൂയ. ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ പല സന്ദർഭങ്ങളിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. വട്ടപ്പാറയിൽ ഞാൻ വന്ന വർഷം 2010 ഇവിടെ നടന്ന 21 ഡേയ്സ് ഫാസ്റ്റിങ്ങിൽ ഒരു ദിവസം ശുശ്രൂഷിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. നന്ദിയോടെ എല്ലാറ്റിനും മഹത്വം കർത്താവിന് മാത്രമാണ്. ഇതിനുശേഷം പല സന്ദർഭങ്ങളിൽ PMG ചർച്ച കൂട്ടായ്മയുടെ പല ചർച്ചകളിൽ ശുശ്രൂഷിക്കാൻ ദൈവം അവസരങ്ങളൊക്കെ തന്നത് നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. എല്ലാ മഹത്വം കർത്താവിന്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ കർത്താവിനോട് സംസാരിച്ചൊരു ചിന്തയുണ്ട്. ഹല്ലേലൂയ. ആ ചിന്ത ഇങ്ങനെയാണ്: നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് തരും. ഹല്ലേലൂയ. ഞാൻ എവിടെയാണ് ആ വചനം നോക്കി കിട്ടി. സങ്കീർത്തനം ഹല്ലേലൂയ 19 നമ്മളത് കാണുന്നത് ഇല്ലേ? PMGയിലെ ദൈവമക്കളെല്ലാം 20 നമ്മളത് കാണുന്നത്. PMGയിലെ ദൈവമക്കളെല്ലാം വചനം നല്ലപോലെ അറിയാവുന്ന ദൈവമക്കളായിരിക്കും, നല്ലവണ്ണം അറിയാം. 20:4 നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. മതി. ഹല്ലേലൂയ. ഇവിടെ വന്നിരുന്നപ്പോൾ കർത്താവ് തന്ന ഒരു ചിന്തയാ. ആമേൻ. നമ്മുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കും. നമ്മുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ, ദൈവത്തോട് കൂടെ നടക്കുന്ന, ദൈവാത്മാവിൽ നടക്കുന്ന, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ചിന്തിക്കുന്ന ദൈവ പൈതലിൻ്റെ നല്ല ആഗ്രഹത്തെ ദൈവം സാധിപ്പിക്കും. വിശ്വസിക്കുന്നവർ ആമേൻ പറയാമോ? നല്ലൊരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ആമേൻ. പൗലോസിന്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ടായിരുന്നു. പൗലോസിന്റെ ഉള്ളിലെ ആഗ്രഹം എന്തായിരുന്നു? ആഗ്രഹം എന്നറിയാമോ? ആമേൻ. കഴിയുമെങ്കിൽ എനിക്ക് റോമയൊന്ന് കാണണം. 19-ാം അധ്യായത്തില അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ ആ വാക്യം നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19. കയറി വന്ന ഒരു ദൈവശബ്ദമാ. അത് പറഞ്ഞിട്ട് ആമേൻ അടുത്ത വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം. അതിന്റെ 21-ാമത്തെ വാക്യം 19 മക്കദോനിയയിലും അഖായയിലും കൂടിക്കടന്ന് യെരൂശലേമിലേക്കും പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണമെന്ന് പറഞ്ഞു. മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസിന്റെ ഉള്ളിലെ ഒരു ആഗ്രഹമായിരുന്നു, എനിക്ക് റോമയൊന്ന് കാണണം. എന്തിനാ? റോമയിലെ അവിടുത്തെ ഹല്ലേലൂയ അവിടുത്തെ പിക്ചറുകളോ അവിടുത്തെ ബിൽഡിങ്ങുകളോ ഒന്നുമല്ല അവന് കാണേണ്ടത്. അവിടെയുള്ള ദൈവമക്കളെ ഒന്ന് കാണണം, അവിടെയുള്ള ദൈവജനത്തെ ഒന്ന് കാണണം. അവൻ്റെ ഉള്ളിലെ ആഗ്രഹമാ. ആമേൻ. ഹല്ലേലൂയ. പക്ഷേ ആമേൻ ഇപ്പോൾ അവന് പോകാൻ കഴിയാതെ അവിടെ നിസ്സഹായ അവസ്ഥയിൽ അവനായിരിക്കുന്നത്. സുവിശേഷം നിമിത്തം അവൻ ബന്ധിക്കപ്പെട്ടവനായിട്ടിരിക്കുകയാ. സുവിശേഷം നിമിത്തം അവൻ കാരാഗ്രഹത്തിലായിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. 23-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവനെ കാരാഗ്രഹത്തിനകത്ത് പാർപ്പിച്ചിരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. 23-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്ക, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. നല്ലൊരു ആമേൻ പറയാമോ? ഹല്ലേലൂയ. ഇപ്പോ പൗലോസ് എവിടെ ആയിരിക്കുന്നേ? കാരാഗ്രഹത്തിനകത്ത് കിടക്കുക. ഹല്ലേലൂയ. ഇവന്റെ ഉള്ളിന്റെ ആഗ്രഹം എന്തുവാ? എനിക്ക് റോമയൊന്ന് കാണണം. പക്ഷെ നോക്കിയേ, അവന്റെ നമ്മുടെ ദൂതെന്തുവാ? നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നമുക്ക് നൽകി തരും. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നമുക്ക് സാധിപ്പിച്ചു തരും. നോക്കിയേ. ഹല്ലേലൂയ. പൗലോസിന്റെ ഉള്ളിലെ ആഗ്രഹമാണ് എനിക്ക് റോമ കാണണമെന്ന്. എന്നാൽ അവന് ചലിക്കാൻ കഴിയാതെ, അനങ്ങാൻ കഴിയാതെ, കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ടതുപോലെ, ബന്ധിക്കപ്പെട്ട പോലെ അവസ്ഥയിലായിരിക്കുമ്പോൾ നോക്കിയേ. ഹല്ലേലൂയ. 23-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് ആ ആഗ്രഹത്തെ ദൈവം അവനൊരു വാഗ്ദത്തമായിട്ട് നൽകി. ആ ആഗ്രഹത്തെ ദൈവം അവന് വാഗ്ദത്തമായിട്ട് നൽകി. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഹല്ലേലൂയ ദൈവത്തോട് കൂടെ നടക്കുന്ന ദൈവവൈതലേ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ദൈവവൈതലേ, നിന്റെ സാഹചര്യങ്ങൾ ചിലപ്പോൾ നിനക്ക് പ്രതികൂലമായിരിക്കാം. നിന്റെ കയ്യിലുള്ള നന്മകൾ ചിലപ്പോൾ നിനക്ക് പ്രതികൂലമായിരിക്കാം. പക്ഷെ നിന്റെ ഹൃദയത്തിനകത്ത് നല്ല ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ എന്റെ ദൈവം നിനക്ക് വാഗ്ദത്തമായിട്ട് നൽകി തരൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളുടെ ചർച്ചിൻ്റെ പണി നടക്കുന്ന സമയം ഇവിടുത്തെ പലർക്കും അറിയാം. ഹല്ലേലൂയ. എൻ്റെ ഉള്ളിലെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്ന ലാൻഡ് ഫുള്ള് നിറഞ്ഞു നിൽക്കുന്ന ഒരു ചർച്ച്. ഹല്ലേലൂയ. അതായിരുന്നു എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം. ഹല്ലേലൂയ. പക്ഷെ ഞാൻ എന്താ ചെയ്യാൻ തുടങ്ങിയെന്നറിയാമോ?
തട്ടിക്കൂട്ടി എന്ന് പറഞ്ഞാൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വലിയ പൈസ ഒന്നും ചിലവാകാത്ത രീതിയിൽ തട്ടിക്കൂട്ടി ഒരു പരിപാടി ചെയ്യാനായിട്ട് നോക്കി. മനസ്സിലായോ? തട്ടിക്കൂട്ടി ഒരു ക്രമീകരണം ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, നീ എന്നാ ചെയ്യാൻ പോവാ? നീ എന്നാ ചെയ്യാൻ പോകുകയാ? ഹല്ലേലൂയ. സ്വർഗം എന്നോട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്നോട് പറഞ്ഞേ, എൻ്റെ ഹൃദയത്തിനകത്ത് ഈ ലാൻഡിനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. സ്വർഗം പറയുക, എൻ്റെ ഹൃദയത്തിനകത്ത് ഈ ലാൻഡിനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. 5 നിലയ്ക്കുള്ള ഫൗണ്ടേഷൻ നീടണമെന്ന്. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, കർത്താവേ പൈസ എവിടുന്ന? ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാവിലെ ഞാൻ പറയാം, ആ ആഗ്രഹത്തെ എൻ്റെ ദൈവം സഫലമാക്കി. ആ ആഗ്രഹത്തെ ദൈവം സഫലമാക്കിയത് ഹല്ലേലൂയ 1 രൂപ പിരിക്കാതെ, ഒരാളോട് ചോദിക്കാതെ, മുഴങ്കാലുകളിൽ ഇരുന്ന് ആലയത്തിന്റെ പണി നടക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നടക്കുമെന്ന്. മുഴങ്കാലുകളിൽ ഇരുന്ന് നീ പ്രാർത്ഥിച്ചാൽ ഹൃദയങ്ങളോട് ദൈവം ഇടപെട്ട് നിന്റെ ഹൃദയത്തിൽ ദൈവം തന്ന ആഗ്രഹത്തെ ദൈവം സഫലമാക്കും. ഇന്ന് രാവിലെ ഞാൻ ഇത് പറയുമ്പോൾ തന്നെ ഇതിനകത്തിരിക്കുന്ന ചിലരുമായി ബന്ധപ്പെട്ട് ചില ദൈവീകമായ പണികൾ, ചില ദൈവീകമായ കാര്യാദികൾ, ചില ചുവടുവയ്പ്പുകൾ പൈസ ഇല്ല എന്നുള്ള കാരണത്താൽ മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ വണ്ണം ഭാരപ്പെട്ടിരിക്കുന്ന ചിലര് ഇന്ന് പകൽ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. നിന്നോട് ദൈവം പറയുന്നേ, നിന്റെ ഹൃദയത്തിൽ ദൈവം തന്നെ ആ ആഗ്രഹം ദൈവം തന്നെ ഒരു വാഗ്ദത്തമായി നിന്റെ കയ്യിലേക്ക് തരാൻ പോവുകയാ. ദൈവം തരുന്ന വാഗ്ദത്തത്തിനകത്ത് ദൈവത്തിന്റെ റിസോഴ്സസ് ഉണ്ട്. ദൈവത്തിന്റെ റിസോഴ്സസ് വിശ്വസിക്കാമോ? ജോസഫ് അച്ചായനോട് 3 പ്രാവശ്യം ചോദിച്ചാൽ, 5 പ്രാവശ്യം ചോദിച്ചാൽ ജോസഫ് അച്ചാൻ ചിലപ്പോൾ എന്തെങ്കിലും നക്കാപ്പിച്ചാ തരും, ഇല്ലേ? തന്നിട്ട് അച്ചായൻ 10 പേരോട് പറഞ്ഞുകൊണ്ട് നടക്കും. എന്നാൽ നീ മുഴങ്കാലുകളിൽ ഇരുന്നാൽ നിന്റെ ആഗ്രഹത്തെ ദൈവം വാഗ്ദത്തമായിട്ട് നിനക്ക് തരികയോ, അതിന് നിനക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത്. എനിക്കറിയത്തില്ല, ഞാൻ ഇവിടെ വന്നിരുന്നപ്പോ ദൈവം എന്നോട് പറഞ്ഞ ദൂത, ചിലരുടെ ഹൃദയത്തിനകത്ത് തലമുറകളോടുള്ള വിദ്യാഭ്യാസപരമായ ബന്ധത്തില് നാളുകളായിട്ട് കേട്ടത്, നാളുകളായിട്ട് ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ അഭിഷക്തന്മാരിലൂടെയുള്ള ചില വാഗ്ദത്തങ്ങളായിട്ട് ഉള്ളിലുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ആത്മനിയോഗത്തോടെ നിങ്ങളെ നോക്കി പ്രവചനാത്മാവ് വിളിച്ചു പറയുക, നിന്റെ കുഞ്ഞിന് ആവശ്യമുള്ള എല്ലാ റിസോഴ്സസ് എന്റെ ദൈവം ആ വാഗ്ദത്തത്തിനകത്ത് കരുതിയിട്ടുണ്ട്. വൈഡമന ഹത്തുര ജഗലഘടകച്ചസിയാതനായ അർദ്ധകലഘടകച്ചസിയ. ഇന്ന് രാവിലെ ചില തലമുറകൾക്ക് വേണ്ടി ചില വഴികൾ ഇന്ന് തുറക്കുന്ന പകലാണെന്ന് പറഞ്ഞാൽ ആമേൻ പറഞ്ഞ് വിശ്വസിക്കാമോ? അടുത്ത ദിവസങ്ങളിൽ തുറക്കപ്പെടേണ്ട ചില ഡോറുകൾ, അടുത്ത ദിവസങ്ങളിൽ തുറന്നു വരേണ്ട ചില സാമ്പത്തിക വിഷയങ്ങള് ഇന്ന് രാവിലെ സ്വർഗ സീൽ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ആമേൻ പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുക്ക്. നീ പോലും ചിന്തിക്കാത്ത വഴി ദൈവം തുറക്കാൻ പോവുക. ഹല്ലേലൂയ. നിന്റെ ആഗ്രഹത്തെ സ്വർഗത്തിലെ ദൈവം വാഗ്ദത്തമായിട്ട് നിനക്ക് നൽകി തരുമ്പോൾ തന്നെ ആ ആഗ്രഹവും ആ വാഗ്ദത്തവും നിറവേറരുതെന്ന് പറഞ്ഞുകൊണ്ട് പൈശാചിക മണ്ഡലങ്ങൾ, ഇരുളിൻ്റെ അധികാരങ്ങൾ നിനക്കെതിരായിട്ട് ചലിക്കുന്നെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. പാസ്റ്റർ, എത്ര നാളുകളായിട്ട് ഞാൻ ദൂത് കേൾക്കുക, എത്ര വരുന്ന ദൈവദാസന്മാരെല്ലാം എന്നോട് ദൂത് പറയാതെ പോകത്തില്ല. പക്ഷേ ആ ദൂതിന് വിപരീതമായിട്ടാ ചിലത് നടക്കുന്നത്, ആ ദൂതിനെതിരായിട്ടാ ചിലത് നടക്കുന്നത് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങളോട് ഈ ദൈവശബ്ദം അന്തിമ വിജയം പ്രാർത്ഥിക്കുന്ന ദൈവവൈതല, അന്തിമ വിജയം ആരാധിക്കുന്ന ദൈവവൈതല, അന്തിമ വിജയം. നിന്റെ നന്മയെ ചില സമയത്തേക്ക്, നിന്റെ വാഗ്ദത്തത്തെ ചില സമയത്തേക്ക് തടഞ്ഞു വെക്കാൻ ചിലപ്പോൾ ശത്രുവിനെ ദൈവം അനുവദിച്ചെന്നിരിക്കും. എന്നാൽ അന്തിമ വിജയം, അന്തിമ വിജയം, അന്തിമ വിജയം പ്രാർത്ഥിക്കുന്ന ദൈവവൈതല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ഈ 3 കാര്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് വിചാരിക്കുക. 1, ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കും. ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കും. 2,
പൗലോസ് എന്ന് പറയുന്ന ദൈവ മനുഷ്യന്റെ ഉള്ളിലെ ദൈവം കൊടുത്തൊരു ആഗ്രഹമാ റോമയൊന്ന് കാണണമെന്നുള്ളത്. റോമയൊന്ന് കാണണമെന്നുള്ളത്. രണ്ട്, ആ ആഗ്രഹത്തെ ദൈവം വാഗ്ദത്തമായിട്ട് അവന് നൽകിക്കൊടുത്തു. ദൈവം വാഗ്ദത്തമായിട്ട് അവന് നൽകിക്കൊടുത്തു. അവിടെ നമ്മൾ കാണുന്നത് കാരാഗ്രഹത്തിനകത്ത് പൂട്ടിയിട്ട് ചാവി ഹല്ലേലൂയ പോക്കറ്റിലിട്ട് കാരാഗ്രഹ പ്രമാണി വീട്ടിനകത്തോ റൂമിനകത്തോ വിശ്രമിക്കുമ്പോ അവൻ ആഗ്രഹം പേറിയവനോട് ആ കാരാഗ്രഹത്തിനകത്ത് താക്കോലില്ലാതെ അത് തുറക്കാതെ കർത്താവ് അവന്റെ അടുക്കൽ നിന്നിട്ട് പറയുകയാ, നിന്റെ ആഗ്രഹത്തെ ഞാൻ നിനക്ക് വാഗ്ദത്തമായിട്ട് നൽകാൻ പോവുകയാ. യെരൂശലേമില് നീ എന്റെ സാക്ഷിയായതുപോലെ, യെരൂശലേമില് നീ എന്റെ സാക്ഷിയായതുപോലെ റോമയിൽ നീ എന്റെ സാക്ഷിയാകും. ഹല്ലേലൂയ. വാഗ്ദത്തം കേട്ടവൻ അടുത്തത് വന്നത് എന്തുവാ? പ്രതികൂലമാ. നിങ്ങൾ ഈ 23-ാം അധ്യായം തൊട്ട് 28-ാം അധ്യായം വരെ പഠിച്ചാൽ മരണകരമായ 8ഓളം പ്രതിസന്ധികളിലൂടെ പൗലോസ് കടന്നുപോയത് നമുക്ക് കാണാൻ കഴിയും. പൗലോസ് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചിരിക്കുന്നു. നമ്മൾ ആശ വെക്കുന്ന നമ്മുടെ പണത്തിലല്ല, നമ്മൾ ആശ വെക്കുന്ന നമ്മുടെ വരുമാനത്തിലല്ല, നമ്മൾ ആശ വെക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജോലിയിലല്ല, നമ്മൾ ആശ വെക്കുന്നത് നമ്മുടെ വീണ്ടെടുപ്പുകാരന്, നമ്മുടെ ജീവന്റെ ഉടമസ്ഥനുമായ നമ്മുടെ കർത്താവിലാ. ഹല്ലേലൂയ. 40ഓളം പേരുടെ ഉഗ്ര ശപഥം തുടങ്ങി മെലീത്തയിലെ മണ്ണിലെ അണലിയുടെ ശക്തി വരെ ഹല്ലേലൂയ പൗലോസിനെ ആക്രമിച്ചതിന് കയ്യും കണക്കുമില്ല. 40-ലധികം പേരുടെ ഉഗ്രശപഥം നിങ്ങൾക്കറിയാലോ. 40-ലധികം പേരുടെ ഉഗ്രശപഥം അവനെ ഒടുക്കിക്കളയുവോളം തിന്നത്തുമില്ല കുടിക്കത്തുമില്ല. അങ്ങനൊക്കെ ശപഥം ചെയ്യുന്നവരുണ്ട് കേട്ടോ, അങ്ങനൊക്കെ ശാപം ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ടു ജീസസ്, ഹല്ലേലൂയ. ഞാൻ കടന്നുപോയ വേദനകളിൽ ഹല്ലേലൂയ, ആമേൻ, ഞങ്ങളുടെ ചർച്ച ഇരിക്കുന്നത് ഒരു 400-500 വർഷമായിട്ടിരിക്കുന്ന ഒരു അമ്പലത്തിൻ്റെ ആർച്ചിനകത്താണ്. ന്യായമായിട്ടും അവിടെ ചർച്ച വരാൻ മാനുഷികമായിട്ടൊരു സാധ്യതയില്ലായിരുന്നു. ആമേൻ. പക്ഷെ പണിയുന്നത് ചർച്ചാണെന്നോ ഹല്ലേലൂയ ദൈവമക്കളാണെന്നോ ഒന്നും അവിടെ മനസ്സിലായി. ഞാനിപ്പോഴും ഓർക്കുന്നു, ജി അലക്സാണ്ടർ പാഷ ഞങ്ങൾ ആ ലാൻഡ് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞ് ആദ്യം വന്ന് പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. ആ ദൈവ മനുഷ്യൻ ഹല്ലേലൂയ അതിനകത്ത് കയറി ചെരുപ്പൂരിയിട്ടിട്ട് ഹല്ലേലൂയ ആമേൻ പ്രൈസ് കാട് പിടിച്ച് നിന്ന ലാൻഡിനകത്ത് കരമുയർത്തി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ദേശക്കാരുടെ കണ്ണിനെ മറച്ചുകൊണ്ട് ആലയത്തിൻ്റെ പണിയെ ദൈവം പൂർത്തീകരിച്ചു. ആലയത്തിൻ്റെ പണിയെ ദൈവം പൂർത്തീകരിച്ചു. പൂർത്തിയായി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതൊരു ചർച്ചയാണെന്ന്. നിങ്ങൾക്കറിയാമോ, അതിൻ്റെ സാങ്ഷൻ ഞങ്ങൾക്ക് തരാതിരിക്കാൻ വേണ്ടി പഞ്ചായത്തിലും വില്ലേജിലും ആമൻ എവിടൊക്കെ പേപ്പറുകൾ കൊണ്ടു കൊടുക്കാമോ 9ഓളം പേപ്പറുകളാണ് കൊണ്ടു കൊടുത്തത്. പക്ഷേ ആ പേപ്പറുകൾ കിട്ടിയതെല്ലാം നമുക്ക് അനുകൂലമായ ഉദ്യോഗസ്ഥരുടെ കയ്യിലാണ്. അവരെ ചുരുട്ടിക്കൂട്ടി അത് കുപ്പത്തൊട്ടിയിലിട്ടെന്ന് മാത്രമല്ല, ചർച്ച എന്നുള്ള ഹല്ലേലൂയ ആരാധന നടത്താനുള്ള ക്രമീകരണം എന്നുള്ള സാങ്ഷൻ എഴുതി തന്നെങ്കിൽ ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാം, അന്ധകാര ശക്തികളുടെ ആസ്ഥാനത്ത് തന്നെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ എന്റെ ദൈവം സഫലമാക്കുമെന്ന് പറഞ്ഞാൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ തയ്യാറാണോ? വൈഡമന രഗതക ജഗലഗടഗച്ഛസിയാദന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ ചിലർക്ക് വേണ്ടിയുള്ള വാഗ്ദത്തത്തിനകത്ത് റിസോഴ്സസ് തുറന്നു വരാൻ പോവുക. ഇപ്പോൾ നീ കാരാഗ്രഹം പോലെയുള്ള അനുഭവത്തിനകത്താണെങ്കിലോ റോയൽ അനോയിന്റിങ്ങിനകത്തുള്ള ഒരു രാജകീയ കപ്പല് നിനക്ക് വേണ്ടി റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക്, ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുക്ക. നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനകത്തുള്ള റിസോഴ്സസ് ഇപ്പോൾ ദൈവം തുറക്കാൻ പോവാ. ഈ വചനം ആത്മാവിൽ ഏറ്റെടുത്തു.
ഈ വചനം നല്ലപോലെ ആത്മാവിൽ ഏറ്റെടുത്തു. ഒരു സാധ്യതയും നിന്റെ മുമ്പിലില്ല, ഒരു സാധ്യതയും നിന്റെ മുമ്പിലില്ല. പക്ഷെ ആത്മാവ് ഇന്ന് രാവിലെ പറയുക, നീ കേട്ടത് വാഗ്ദത്തമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിന്നോട് പറഞ്ഞത് സ്വർഗമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, അതിനകത്ത് റിസോഴ്സസ് ഈ ദിവസങ്ങൾ ഒരുങ്ങി വരാൻ പോവുക. അതിനകത്ത് റിസോഴ്സസ് ഈ ദിവസങ്ങൾ ഒരുങ്ങി വരാൻ പോവുക. ശക്തിയോടെ രാമേ പറ, ബലത്തോടെ രാമേ പറ. ആമേൻ, ഹല്ലേലൂയ. 40-ലധികം പേരുടെ കഠിന ശപഥങ്ങൾ, 40-ലധികം പേരുടെ കഠിന ശപഥങ്ങൾ എന്തിലേക്കുള്ള വാതിലായി മാറിയെന്നറിയാമോ? ആമേൻ, വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലായിട്ടത് മാറി. ആ കഠിന ശപഥം വന്നില്ലായിരുന്നെങ്കിൽ ആ കാരാഗ്രഹത്തിനകത്ത് നിന്ന് പൗലോസിന് അനങ്ങാൻ പറ്റുമോ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം നിങ്ങൾ കേട്ടോ. ഞാൻ എൻ്റെ മുഴുവൻ ശക്തി എടുത്ത് ആത്മാവിൽ നിങ്ങളെ ശുശ്രൂഷിക്കുക. ശാന്തമായിട്ട് ഞാൻ സത്യത്തിൽ ഇരുന്ന് ശുശ്രൂഷിക്കാമെന്ന് പറഞ്ഞ് വന്നത്, പക്ഷേ പരിശുദ്ധാത്മാവിനെ നിർത്തുക, ബലത്തോടെ ദൈവം നിർത്തുക. ശക്തിയോടെ രാമേൻ പറഞ്ഞേ, ഉടകമന. ചില പ്രതികൂലങ്ങൾ നിനക്ക് വരുന്ന നന്മയ്ക്ക, ചില പ്രതിസന്ധികൾ നിനക്ക് വരുന്ന നന്മയ്ക്ക. ചില യാത്രകൾ ഒരുങ്ങി വരുന്നുണ്ട്, ചില വഴികൾ തുറന്നു വരുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത ചില വഴികൾ, പ്രതീക്ഷിക്കാത്ത ചില വഴികൾ, പ്രതീക്ഷിക്കാത്ത ചില വഴികൾ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നാളുകളായി ചില ഡോറുകൾ തുറക്കപ്പെടാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. കാരാഗ്രഹം അതിന്റെ മുമ്പിൽ, 40-ലധികം പേരുടെ ശപഥം അതിന്റെ മുമ്പിൽ. പക്ഷേ സ്വർഗം അതിന്റെ നടുവില് ഒരു രാജകീയ കൽപ്പന നിനക്ക് വേണ്ടി റോമയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടുന്ന ക്രമീകരണം സ്വർഗം ഒരുക്കുകയാണ്. ഏറ്റെടുത്ത് ആരാധിച്ചോ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരിക്കലും മാറ്റമില്ല പ്രിയരെ. വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ബൈബിളിലെ ഒരു കണക്ക് പറയാം. ബൈബിളിലെ പല കണക്കുകളുണ്ട്. ഞാൻ അതിലൊരു ഭാഗം എടുക്കാനാണ് സത്യത്തിൽ വന്നത്. കർത്താവ് അനുവദിക്കും, എങ്കിലും കയറി വരുന്നുണ്ട്. വാഗ്ദത്തത്തിന് ഒരിക്കലും മാറ്റമില്ല. ഹല്ലേലൂയ. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ ഒരു മോൻ ജനിച്ചു. പേരെന്തുവാ? മെതുശലേഖ് അല്ലേ? മെതുശലേഖ് എന്ന വാക്കിന്റെ അർത്ഥം പറയാമോ? സൺഡേ സ്കൂൾ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും പറ. മെതുശലേഖ് എന്ന വാക്കിന്റെ അർത്ഥം അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും. ഞാൻ പറയാൻ പോകുന്ന വാഗ്ദത്ത നിവർത്തിക്ക് മാറ്റമില്ലെന്നാ. അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും. 65-ാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ കൂടെ നടന്ന ഹാനോക്ക് ദൈവത്തിനൊരു മകനെ പ്രാപിക്കുക. ആമേൻ. മോനെ, ദുഷ്ടതയല്ലേ നീ കാണുന്നത്? ആമേൻ. ഹല്ലേലൂയ. വേദനയല്ലേ നീ കാണുന്നത്? പാപമല്ലേ നീ കാണുന്നത്? പക്ഷെ നിനക്ക് ഞാനൊരു മകനെ തരുക. അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും. ഒരു മിസ്റ്ററി ആയിട്ട്, ഒരു മർമ്മമായിട്ട് ഹാനോക്കിന് വെച്ചിട്ട് 300 വർഷം കഴിഞ്ഞിട്ട് അവനെ എന്ത് ചെയ്ത്? സ്വർഗം അങ്ങ് എടുത്തു ഇല്ലേ? ഹല്ലേലൂയ. എന്തുവാണെന്ന് അവനോട് ദൈവം പറഞ്ഞതായിട്ട് തിരുവചനത്തിനകത്തില്ല. പക്ഷെ യൂദായുടെ ലേഖനത്തിൽ വേറൊരു വാഗ്ദത്തം ഹാനോക്ക് പറയുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും. നോക്കിയേ, ആമേൻ. അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അവൻ മരിക്കുന്ന സമയത്താണ് ഈ ജലപ്രളയം ഉണ്ടാകുന്നത്, അല്ലെ? ഭൂമിയെ ദൈവം ന്യായം വിധിക്കാൻ പോകുന്നത്. ഇനി അത് ശരിയായോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഹല്ലേലൂയ. മെതുശലേഖിന്റെ മകന്റെ പേര് പറയാമോ? മെതുശലേഖിന്റെ ആദ്യ മകന്റെ പേരാണ് ലാമേക്ക് അല്ലേ? ഹല്ലേലൂയ. ലാമേക്ക്. ഹല്ലേലൂയ. ആമേൻ. മെതുശലേഖിന് 187 വയസ്സായപ്പോൾ ആര് ജനിച്ചു? പറ. നിങ്ങൾ ഇവിടെ ഇരിക്കണം, നിങ്ങൾ എന്നോട് നല്ലപോലെ പറ. ലാമേക്ക് ജനിച്ചു എത്ര വയസ്സാ? 187 വയസ്സ്. പിന്നെ മക്കളുണ്ടായി, കൊച്ചുമക്കളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ലാമേക്കിൻ്റെ തലമുറയുടെ സമയമായി. ലാമേക്കിന് 100 കാണിച്ചോ വേണം. ആമേൻ. ഉൽപ്പത്തി 5-ന്റെ 25 ഞാനിപ്പോ പറഞ്ഞത്. 187 വയസ്സായപ്പോൾ അവൻ ലാമേക്കിനെ മതി. അടുത്തത് ലാമേക്കിന് 28-ാമത്തെ വാക്യം. ലാമേക്കിന് 182 വയസ്സായപ്പോൾ, കണ്ടോ? 182 187 കൂടെ ഒന്ന് കൂട്ടിയേ. പറ, വേഗത്തിൽ പറ. 369 ആണോ?
369. ഹല്ലേലൂയ. ലാമേക്കിന് 182 വയസ്സായപ്പോൾ ആര് ജനിച്ചു? പറ. നോഹ ജനിച്ചു. ആണോ? നിങ്ങൾ മിണ്ടുന്നില്ല. നോഹ ജനിച്ചു. ഇപ്പോ മെഥുശലഹിന് എത്ര വയസ്സുണ്ട്? എത്ര വയസ്സുണ്ടെന്ന്? 369. ആമേൻ. നോഹ ജനിക്കുമ്പോൾ മെഥുശലഹിന്റെ പ്രായം 369. നോഹയുടെ എത്രാമത്തെ വയസ്സിലാ ജലപ്രളയം ഉണ്ടായേ? നോഹയുടെ 500ാമത്തെ വയസ്സിലെ ശേം, ഹാം, യാഫേത്ത് എന്ന് പറയുന്ന 3 മക്കൾ ജനിച്ചു ഇല്ലേ? എന്നാൽ ഒരു 100 വർഷം കൂടെ കഴിഞ്ഞിട്ട് നോഹയ്ക്ക് എത്രാമത്തെ വാക്യം അത്? എത്രാമത്തെ ആൻറ്റി കാണിച്ചേ? നോഹയ്ക്ക് 500 വയസ്സായ ശേഷം 7:6 വായിച്ചോ. 7:6. ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് 600 വയസ്സായി. മതി. നോഹയ്ക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 600 വയസ്സ്. മെഥുശലഹിന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? കറക്റ്റ് 969. എത്രാമത്തെ വയസ്സിലാ മെഥുശലഹ് മരിച്ചേ? 969. എന്തുവാ വാക്തത്വം? എന്തുവാ? അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും. നടന്നോ ഇല്ലയോ? നടന്നു. 969ാമത്തെ വയസ്സിൽ മെഥുശലഹ് മരിച്ചു. നോഹയുടെ 600ാമത്തെ വയസ്സിൽ മെഥുശലഹ് മരിച്ചു. ആമേൻ. ജലപ്രളയം ആരംഭിക്കാനിടയായി തീർന്നു. വെള്ളം പിടികിട്ടിയോ? ഇന്ന് രാവിലെ ഞാനൊരു കാര്യം പറയാം. ദൈവം എന്നോടും നിങ്ങളോടും പറഞ്ഞ വാക്തത്വത്തിന് ഒരിക്കലും മാറ്റമില്ല. ശക്തിയോടെ ആമേൻ പറ. ആമേൻ. ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനത്തിനകത്തോട്ട് വരുമ്പോൾ ഒരു കാലസംഖ്യ ദാനിയേൽ ഗ്രഹിക്കുക. എന്തുവാ? യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരുമെന്ന്. മനസ്സിലായോ? 70. 9:2 അത് കാണുന്നേ. ഞാൻ ഈ വചനഭാഗത്തിലേക്ക് മടങ്ങി വരാം. പക്ഷെ ഈ 9:2 ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരുമെന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. അടുത്ത വാക്യം കൂടെ. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിങ്കലേക്ക് മുഖം തിരിച്ചു. നല്ലൊരു ആമേൻ പറ. വല്ലതും പിടികിട്ടിയോ? ചില ദൈവിക വാഗ്ദത്തങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിറവേറാൻ പോകുന്നെന്ന് മനസ്സിലായാൽ, വല്ലതും പിടികിട്ടിയോ? മനസ്സിലായാൽ നീ പ്രാർത്ഥിക്കുന്നത് കുറച്ചുകൂടെ ഒന്ന് കൂട്ടണം. ആമേൻ. നോക്കിയ കണ്ടോ? ഒരു കാലസംഖ്യ അവ കണക്ക് കൂട്ടാൻ തുടങ്ങി. എന്നെ യെരൂശലേമിൽ നിന്ന് പിടിച്ചോണ്ട് വന്നപ്പോൾ എനിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 15 വയസ്സ്. ഇപ്പോൾ എനിക്ക് എത്ര വയസ്സുണ്ട്? 85 വയസ്സ്. ഹല്ലേലൂയ. ബൈബിളിൽ കാണാൻ പറ്റത്തില്ല, ഞാനൊരു ഊഹം പറയുക കേട്ടോ. 85 വയസ്സ്. ഇപ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള കാലസംഖ്യ എത്ര? 70 സംവത്സരം. യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ എത്ര വർഷം കൊണ്ട് തീരും? 70 സംവത്സരം കൊണ്ട് തീരും. ദൈവമേ, ഹല്ലേലൂയ. യിരെമ്യാവിനോട് പറഞ്ഞ ആ ദൂതിന്റെ നിവർത്തീകരണ സമയത്തിലേക്കാണ് ഞാൻ എത്തപ്പെട്ടിരിക്കുന്നത്. ഞാൻ കരയാൻ തയ്യാറാ കർത്താവേ, ഞാൻ ഉപവസിക്കാൻ തയ്യാറാ കർത്താവേ, ഞാൻ രട്ടെടുക്കാൻ തയ്യാറാന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരിക്കാൻ തയ്യാറായപ്പോ കാലങ്ങളെ കുറിച്ചുള്ള ദർശനം, ഹല്ലേലൂയ, ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഇനി സംഭവിക്കാൻ പോകുന്നത് സ്വർഗം അവന് വെളിപ്പെടുത്തി കൊടുത്തെങ്കില് ഇന്ന് രാവിലെ ഇതിനകത്തിരിക്കുന്ന ദൈവവൈതലേ, ദൈവം നിന്നോട് പറഞ്ഞ ഒരു വാഗ്ദത്തങ്ങളും ദൈവം നിന്നോട് പറഞ്ഞ ഒരു ദൂതുകളും നിറവേറാതെ പോകത്തില്ലെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന വാഗ്ദത്തങ്ങൾ ഇതിനകത്തിരിക്കുന്ന ചിലതിന്റെ മേ വാഗ്ദത്തമായി അത് നിറവേറട്ടെ. വൈഡമന രഗതകലകരകടകചസിയാദനായ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മുടെ വില എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ദൈവം തിരഞ്ഞെടുപ്പ് എത്ര വലുതാന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളെ ദൈവം വീണ്ടെടുപ്പിന്റെ വില എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി അവിടെ തുള്ളിച്ചാടി മറിഞ്ഞ് നമ്മൾ ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. ജനിക്കുക, മരിക്കുക, നരകത്തിൽ പോകുക. മനസ്സിലായോ? അങ്ങനെ അതിനു വേണ്ടി വിധിക്കപ്പെട്ട ആളുകളായിരുന്നു
നമ്മൾ ആരായിരുന്നു? ജാതികളായിരുന്നു കേട്ടോ. നമ്മൾ ആരായിരുന്നു? ജാതികളായിരുന്നു. പക്ഷെ സ്വന്തത്തിലേക്ക് അവൻ വന്നു, സ്വന്തമായവരോ കൈക്കൊണ്ടില്ല. അവർ കൈക്കൊള്ളാതിരുന്നപ്പോൾ ആരംഭിച്ചതാണ് നമ്മളുടെ കാലം, ജാതികളുടെ കാലം, കൃപായുഗം. അതുകൊണ്ട് ആലയത്തിനകത്തൊക്കെ വന്നിരിക്കുമ്പോൾ ആമേൻ, ദൈവമേ നീ എനിക്ക് ചെയ്ത ഉപകാരം എത്ര വലുതാണ്, ദൈവമനെ വീണ്ടെടുപ്പ് എത്ര വലുതാണ് എന്നും മനസ്സിലാക്കി അടുത്തിരുന്ന ആളെ ആരാധിച്ചില്ലെങ്കിൽ നമ്മൾ ആരാധിക്കാൻ മടി കാണിക്കരുത്. എഫേസ്യ ലേഖനത്തിനകത്ത് ഹല്ലേലൂയ ആമേൻ, അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ടെന്നൊരു പദമുണ്ട്. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം എന്ന് പറഞ്ഞാൽ ക്രിസ്തുശാസ്ത്രപരമായ ലേഖനത്തിൽപ്പെട്ടതാണ്. ആമേ, റോമാലേഖനം 1-2 കൊരിന്ത്യർ രക്ഷാ തത്വശാസ്ത്രപരമായ ലേഖനമാണ്. എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസിയർ, ഫിലേമോൻ, ഈ 4 ലേഖനങ്ങൾ ക്രിസ്തു ശാസ്ത്രപരമായ ലേഖനങ്ങളാണ്. ഹല്ലേലൂയ. ക്രിസ്തു ആരാണ്, ക്രിസ്തു സഭയ്ക്കാരാണ് എന്നൊക്കെ പ്രതിപാദിക്കുന്നത് ഈ ലേഖനങ്ങൾക്കകത്താണ്. ഈ ലേഖനങ്ങളിൽ 4 പ്രാർത്ഥനകൾ പൗലോസിന്റെ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയും. എഫേസ്യ ലേഖനത്തിൽ 2 പ്രാർത്ഥനയുണ്ട്, ഫിലിപ്പി ലേഖനത്തിൽ 1 പ്രാർത്ഥനയുണ്ട്, കൊലോസി ലേഖനത്തിൽ 1 പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥനകളിൽ ഒന്നും പൗലോസ് പ്രാർത്ഥിക്കുന്നത് ഭൗതിക കാര്യങ്ങൾക്കല്ലേ അല്ല. ഹല്ലേലൂയ. ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. അവൻ നമ്മളെ വിളിച്ചതിന് അവനൊരു ആശയുണ്ട്. അവൻ നമ്മളെ വിളിച്ചതിൻ്റെ ആശ നമ്മൾ മനസ്സിലാക്കാൻ ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുക. ആമേൻ. സദൃശ്യവാക്യത്തിനകത്ത് ആഗൂരിൻ്റെ ഒരു പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അത് മൊത്തം ഭൗതിക കാര്യമാണ്. നിത്യവൃത്തി തന്നെ പോഷിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷെ പൗലോസിന്റെ പ്രാർത്ഥന നിങ്ങൾ നോക്കിയാൽ അതിനകത്തെങ്ങും ഹല്ലേലൂയ ഒരു ഭൗതിക വിഷയത്തിന് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നതില്ല. ആത്മാവിൽ കണ്ണ് തുറക്കപ്പെടാ, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടാ. ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ ലഭിക്കാൻ ഇതൊക്കെയാ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. 1-ാം അധ്യായത്തിൽ എഫേസ്യ ലേഖനത്തിൽ പല പദങ്ങൾ കാണാൻ കഴിയും. 1 ദത്തെടുത്തു, 2 തിരഞ്ഞെടുത്തു, 3 മുൻനിയമിച്ചു. പല പദങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. മനസ്സിലായോ? ഈ എഫേസ്യ ലേഖനം തന്നെ എഴുതുന്നത് ക്രിസ്തുവിലെ അപ്രമേയ ധനത്തെക്കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നു. പക്ഷേ അതെങ്ങനെ പ്രാപിക്കണമെന്നറിയാതെ, അതെങ്ങനെ കൈവശമാക്കണമെന്നറിയാതെ ആത്മീകമായിട്ടുള്ളൊരു പാപ്പരത്വത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനതയെ നോക്കിയിട്ടാണ് പൗലോസ് പറഞ്ഞ്, നിങ്ങളുടെ ക്രിസ്തുവിൽ സ്വർഗത്തിൽ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നിങ്ങളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചേക്കുക. എന്തിനാ നീ ആത്മീയ പാപ്പരത്വത്തിൽ ജീവിക്കുന്നത്? നിന്റെ സ്വർഗീയ അക്കൗണ്ടിനകത്ത് ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് വളരെ വലുതാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പൗലോസ് ലേഖനം എഴുതുകയാണ്. ആ ലേഖനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പദമാണ് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ്. ഹല്ലേലൂയ. അതെങ്ങനെയാ സാധിക്കുന്നതെന്നാ പറഞ്ഞേ? അവന്റെ രക്തത്താൽ. ഹല്ലേലൂയ. ഇന്ന് പകലിലും യേശുവിന്റെ രക്തത്തിന്റെ വില ഒന്നും മനസ്സിലാക്കിയ തലയെ കുത്തി നിന്ന് നമ്മളിവിടെ ആരാധിക്കും. മനസ്സിലായോ? ഹല്ലേലൂയ. ഞാൻ പറയാം, വീണ്ടെടുപ്പ് എന്നുള്ള പദം മാത്രം പറഞ്ഞിട്ട് എനിക്കറിയത്തില്ല, ഇന്നൊരു അവിയൽ പരുവം പോലെ കേട്ടോ. ദയവായിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ത് പറയാ, പ്രസംഗശാസ്ത്രമൊക്കെ പഠിക്കുന്നത് ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം. ഹല്ലേലൂയ. ഇന്നൊരു അവിയൽ പരുവത്തിലാണ് പോകുന്നത്. കാരണം പല പദങ്ങൾ കർത്താവ് ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട്. വീണ്ടെടുപ്പ്, എല്ലാവരും പറഞ്ഞേ. റിഡംഷൻ, എല്ലാവരും പറഞ്ഞേ. റിഡംഷൻ, വീണ്ടെടുപ്പ്. നമ്മളെ ദൈവം എങ്ങനെയാ വീണ്ടെടുത്തിരിക്കുന്നത്? ഹല്ലേലൂയ. ആമേ, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമാകുന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. എല്ലാവരും പറഞ്ഞേ, വിലയേറിയ രക്തം. ഹല്ലേലൂയ. ഞാൻ പറയാം ഹല്ലേലൂയ എന്നെ ശ്രദ്ധിച്ചേ. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു അടിമച്ചന്തയില, ഒരു അടിമച്ചന്ത. എല്ലാവരും ഒന്ന് ഇമാജിൻ ചെയ്തേ. കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, ഞാൻ അവരെ ഫ്രണ്ടിൽ നിർത്തി ഞാൻ കാണിച്ചു തരായിരുന്നു. അടിമച്ചന്തയില്. ഹല്ലേലൂയ. ആമേൻ. എത്ര പേരുണ്ട്? പല അടിമകളുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. 1, 2, 3 എന്ന് പറഞ്ഞ് ഒരു മുതലാളി അടിമകളെ വിൽക്കാനായിട്ട് എവിടെ നിർത്തിയേക്കുക? ചന്തയെ നിർത്തിയേക്കുക. നല്ല തടിയുള്ള, കരുത്തുള്ള, നല്ല ആരോഗ്യമുള്ള 3 പേരൊന്ന് വരാമെങ്കിൽ ഞാനൊന്ന് കാണിക്കാം. 2 പേര് വാ, ഒരാൾ കൂടെ വാ. ഹല്ലേലൂയ. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. താങ്ക് യു. ഒരാൾ കൂടെ വരാമോ? ബ്രദറോട് വാ, ഓടുക. ഓക്കെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവരെ അടിമച്ചന്ത നിൽക്കുക. ഇവരെവിടെ നിൽക്കുക?
അടിമച്ചന്ത നിൽക്കുക. ഹല്ലേലൂയ. ഏതടിമേല? റോമ സാമ്രാജ്യത്തിലെ അടിമച്ചന്ത നിൽക്കുക. കാളകളെ മേടിക്കാൻ പോകുന്ന പോലെ, ആടുകളെ മേടിക്കാൻ പോകുന്ന പോലെ, ഒട്ടകത്തെ മേടിക്കാൻ പോകുന്ന പോലെ ആളുകളെ മേടിക്കാനായിട്ട് എന്ത് ചെയ്യും? ആൾക്കാർ പോകും. പൈസയുള്ളവർ, ഇഷ്ടംപോലെ പൈസയുള്ളവർ എന്ത് ചെയ്യും? ആ പൈസയായിട്ട് നേരെ അടിമച്ചന്ത ചെല്ലും. എന്തിനാണെന്നറിയാം? ഇവരെ തന്നെ വിറ്റ് കളഞ്ഞേക്കുക. ഏതോ ചില ബാധ്യതകൾ, എന്തോ ചില സാമ്പത്തികമായ വിഷയങ്ങൾ നിമിത്തം അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പൈസ ഇല്ലാതിരുന്ന നിമിത്തം ഇവരെ തന്നെ വിറ്റിട്ട് ഇവരാരായി മാറി? നിങ്ങൾ പറയോ മക്കളെ? അടിമകളായി മാറി. ഇവരേത് അടിമയില എപ്പം നിൽക്കുന്നതെന്നറിയാമോ? പാപത്തിന്റെ അടിമച്ചന്ത നിൽക്കുക. പാപത്തിന്റെ അടിമച്ചന്ത നിൽക്കുമ്പോൾ ഇവർ നിസ്സഹായരാ. കണ്ണ് കുഴിഞ്ഞായിരിക്കുന്നത്. ആരോഗ്യമൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആ ഉടമസ്ഥ നല്ലപോലെ അടിക്കും കേട്ടോ, അടിക്കും നല്ലപോലെ, 3 പേരെ അടിക്കും. എന്നാലും നല്ല ആരോഗ്യത്തോടെ അടി കൊണ്ടിട്ടും വേദനപ്പെടാതെ നിൽക്കുന്ന ഈ അടിമകളെ ആൾക്കാർ മേടിക്കാൻ വന്നവരിങ്ങനെ നോക്കുക. അപ്പോഴാ ഒരാളെ കണ്ട്, ആ കൊള്ളാലോ, ഇത് നല്ല തടിയുണ്ട്, ഇദ്ദേഹത്തെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വീട്ടിലെ പണിയെല്ലാം ചെയ്യിക്കും. രാത്രി വരെ പണി ചെയ്യും. അങ്ങനെ ആദ്യത്തെ ആൾ എന്ത് ചെയ്തു? വന്നിട്ട് ഇദ്ദേഹത്തെ ഉടമസ്ഥ ചോദിച്ചത് $100 കൊടുത്തിട്ട് എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ മേടിച്ചോണ്ട് പോയിക്കോ കേട്ടോ. കഴുത്തിൽ ഒരു കയറുണ്ട്, അതുമായിട്ട് പൈസ കൊടുത്ത ആൾ മേടിച്ചോണ്ട് പോയിരുന്നു. ഹല്ലേലൂയ. അടുത്തത്, ഇദ്ദേഹത്തിന് അത്രയും വലിയ ആരോഗ്യമൊന്നുമില്ല. രാവിലെ 10 മണിയായപ്പോഴേ അദ്ദേഹത്തിന്റെ കാര്യം കഴിഞ്ഞ് അദ്ദേഹം പോയി. ഹല്ലേലൂയ. 12 മണിയായിട്ട് ഇവർ നിൽക്കുക. 12 മണിയാകാറാകുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തെ മേടിക്കാനായിട്ട് ഒരാൾ വന്നു. വില ചോദിച്ചു. വില പേശി അവസാനം $50 എന്ന് പറഞ്ഞു. $50 എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ഈ കഴുത്തിൽ കിടക്കുന്ന കയറ് ഹല്ലേലൂയ $50 മേടിച്ചിട്ട് കൊടുത്തു വിട്ടു പോയിരുന്നു. ഹല്ലേലൂയ. ആമേൻ. നോക്കിയേ, ഇദ്ദേഹത്തിനെ മേടിക്കാൻ ആരുമില്ല. ഇദ്ദേഹത്തിന്റെ കവിളൊട്ടിയതാ, കണ്ണ് കുഴിഞ്ഞതാ, കൈയൊക്കെ ചലിക്കുന്നില്ല. ഹല്ലേലൂയ. കാല് മുടങ്ങുന്നതാ. നിങ്ങളുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥയാ പറയുന്നേ. നമ്മൾ ഓരോരുത്തരും എങ്ങനെ ആയിരുന്നെന്നാ പറഞ്ഞേ? ഇദ്ദേഹത്തെ മേടിക്കുന്നവർക്ക് ഇദ്ദേഹം ഒരു പ്രാരാബ്ധമാ. ഇദ്ദേഹത്തെ മേടിക്കുന്നവർക്ക് ഇദ്ദേഹം ഒരു ബാധ്യതയാ. എല്ലാവരും വന്ന് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ കൈ കുഴിഞ്ഞിരിക്കുക, കാല് അനങ്ങുന്നില്ല. ഹല്ലേലൂയ. ഹാൻഡിക്യാപ്പ്ഡാ. ഹല്ലേലൂയ. ആമേൻ. മേടിച്ചോണ്ട് പോകുന്നവർക്ക് ഇദ്ദേഹം ഒരു ബാധ്യതയാ. വൈകിട്ട് 5 മണിയായപ്പോഴും ഈ ഉടമസ്ഥൻ ഇടയ്ക്കിടയ്ക്ക് ഇവരെ നോക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഓരോ പ്രാവശ്യം $50, $25, അവസാനം $5 എന്ന് പറഞ്ഞ് ഇവന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടും $5 ആർക്കും മേടിക്കാനില്ല. അവസാനം 5 മണിയാകാറാകുന്ന സമയത്ത് ഹല്ലേലൂയ, എന്നാ ശരി പോട്ടെ, നഷ്ടമാണെങ്കിലും വേണ്ടിയില്ല. അവസാനം ഇവന്റെ നെറ്റിയിൽ എഴുതി വെക്കുക $1. എന്നിട്ടും ആർക്കും വേണ്ട. 5 മണിയായ അടിമച്ചന്ത ക്ലോസ് ചെയ്യും. പിന്നെ അടുത്ത ദിവസത്തേക്കേ ഉള്ളൂ എന്ത് ചെയ്യുന്നത്? ഹല്ലേലൂയ. അടിമച്ചന്ത വ്യാപാരം നടക്കത്തുള്ളൂ. ഇവ കുനിഞ്ഞു നിൽക്കുക. എൻ്റെ ഗതി എന്തുവാ? എൻ്റെ അവസ്ഥ എന്തുവാ? വീണ്ടും ആ അടിമത്തൊഴുത്തിനകത്ത് ഞാൻ പോയി കിടക്കേണ്ട അവസ്ഥയാണോ? വീണ്ടും ഹല്ലേലൂയ. കഴിക്കാനൊന്നുമില്ലാതെ, കുടിക്കാനൊന്നുമില്ലാതെ ആ തൊഴുത്തിനകത്ത് ഞാൻ പോയി കിടക്കേണ്ട അവസ്ഥയാണോ? ദൈവമേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുമ്പോ 5 മണിയാകാറാകുന്ന സമയത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുക, ഇവൻ എത്ര വില? ഹല്ലേലൂയ. ഉടമസ്ഥ പറയുക, $5 തരാമെങ്കിൽ തരാം. ഹല്ലേലൂയ. ഇരിക്കട്ടെ. $5 അല്ല, $100 എടുത്തു കൊടുത്തിട്ട് ഇവനെ അഴിക്കുകയാ. ഇവനെ അഴിക്കുകയാ. ഇവന്റെ കഴുത്തെന്ന കയറൂരി മേടിച്ചോണ്ട് പോകുമ്പോ ഇവൻ ചിന്തിക്കുന്ന ചിന്ത എന്തുവാണെന്നറിയാമോ? അയ്യോ, ഇത്രയധികം പൈസ കൊടുത്ത് എന്നെ മേടിക്കുന്നത് എന്തിനാ? എന്നെ കൊണ്ടുപോകുന്ന എന്തിനാ? ഏതോ വലിയ കട്ടിയുള്ള പണി ചെയ്യിക്കാനാ. നോക്കിയേ, അടിമച്ചന്തയുടെ വെളിയിലോട്ട് വരുമ്പോ ആ പൈസ കൊടുത്താള് ആ കഴുത്തേന കയറം ഊരി വിട്ടിട്ട് പറയാ, പോയിക്കോ, നീ സ്വതന്ത്രനാ. ഇതിന്റെ പേരാ വീണ്ടെടുപ്പ്. മനസ്സിലായോ? ഇങ്ങനെ വീണ്ടെടുത്തതാ നമ്മളെ ഓരോരുത്തരെയും. ഇങ്ങനെ ദൈവം നമ്മളെ വീണ്ടെടുത്തത്. മനസ്സിലായോ? ഇതിനകത്തിരിക്കുമ്പോ വെറ്റിലെ ചുണ്ണാമ്പ് തേക്കുന്നതിന്റെ കൂട്ട് എനിക്ക് ആരാധിക്കാൻ പറ്റുന്നില്ല. എന്നെ വീണ്ടെടുത്തത് അത്രയ്ക്ക് വില കൊടുത്ത ഞാനൊരു ബാധ്യതയായിരുന്നപ്പോ, എന്നെ കൊണ്ട് ഒരു ഉപകാരമില്ലാതിരുന്നപ്പോ, ഹല്ലേലൂയ, സ്വർഗ മഹിമകളെ വെടിഞ്ഞ് താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന എന്റെ കർത്താവ്
തൻ്റെ സ്വന്തം നീണം കൊടുത്ത എന്നെ വീണ്ടെടുത്തത്. മനസ്സിലായോ? നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ വില മനസ്സിലായോ? തിരിച്ചറിഞ്ഞാൽ നമ്മൾ അടങ്ങിയിരിക്കത്തില്ല ദൈവമക്കളെ. അവരിലേക്കാണ് വന്നത്, അവരെ വിടുവിക്കാനാണ് വന്നത്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കാലം ആരംഭിച്ചു. ദൈവാലയത്തിലെ തിരശീല മേല് തൊട്ട് അടി വരെ രണ്ടായിട്ട് കീറി അതിപരിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ പാപപരിഹാര രക്തവുമായിട്ട് കയറി ചെന്ന് അനുഭവിക്കുന്ന സാന്നിധ്യം പാളയം GMGക്കകത്ത് നമ്മൾ അനുഭവിക്കുന്നു. പാളയം BMGക്കകത്ത് നമ്മളിവിടെ കൂടിയിരിക്കുമ്പോൾ അനുഭവിക്കുന്നു. കർത്താവ് എന്തോ പറഞ്ഞ വാക്യത്തോ, എൻ്റെ നാമത്തിൽ കൂടി വരുന്നവിടെ നടുവിൽ ഞാൻ ഉണ്ട്. അതിപരിശുദ്ധ സ്ഥലത്ത് വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ അനുഭവിച്ച ആ ദൈവ സാന്നിധ്യം, മോനെ ഹല്ലേലൂയ, നിന്നെ വീണ്ടെടുത്തതിലൂടെ ഞാൻ നിനക്കൂടെ തരികയാ. ശക്തിയോടെ രാമേൻ പറ, ബലത്തോടെ രാമേൻ പറ. ഇതാ യേശുവിൻ്റെ രക്തത്തിൻ്റെ വില എന്ന് പറയുന്നത് കേട്ടോ. വീണ്ടെടുപ്പ്. വേറൊരു ഭാഗം ഉണ്ട് അതിനകത്ത്, അച്ചാരമായ വാക്തത്വത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഞാനൊക്കെ മിക്കവാറും ഇപ്പം 4.5 മാസമായി പുറത്തോട്ട് പോയിട്ട്. വീട് ഹോസ്പിറ്റല് ചർച്ച്, വീട് ഹോസ്പിറ്റല് ചർച്ച്. ചർച്ചിൽ പോലും ശുശ്രൂഷിക്കാൻ പറ്റാതെ 3.5 മാസത്തോളം ചർച്ചിലെ ആമേൻ ഗസ്റ്റ് ദൈവദാസന്മാരാ സൺഡേ ശുശ്രൂഷിച്ച്. ഹല്ലേലൂയ ആമേൻ. ഞങ്ങളെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്, കായംകുളം സൈഡിൽ, കോട്ടയം സൈഡിലൊക്കെ തുരുമ്പ് പിടിച്ച ഇരുമ്പ് പാളികൾ എവിടെ ഇട്ടേക്കുന്നത്? റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലൊക്കെ ഇട്ടേക്കുന്നത് അല്ലേ? കാട് പിടിച്ച് കിടക്കുക. ഹല്ലേലൂയ. അവിടെ ഇരിക്കുന്നൊരു മനുഷ്യൻ പറയും, അയ്യോ എന്തിനാ ഇതിങ്ങനെ തുരുമ്പ് പിടിച്ച് ഈ കമ്പി ഇവിടെ ഇട്ടേക്കുന്നത്? ഞാൻ കൊണ്ടുപോയി ആക്രിക്കാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ എടുത്തോണ്ട് പോവോ? എടുത്തോണ്ട് പോയി ആക്രിക്കാർക്ക് കൊടുത്താൽ 2-ന്റെ അന്ന് ഈ റെയിൽവേ പോലീസ് അവൻ്റെ വീട് മുദ്രയിടും. കാട് പിടിച്ച് കിടക്കുവാണെങ്കിലും തുരുമ്പെടുത്ത് കിടക്കുവാണെങ്കിലും അതിൻ്റെ മേലൊരു മുദ്രയുണ്ട്. അതിൻ്റെ മേലൊരു മുദ്രയുണ്ട്, ഇന്ത്യൻ റെയിൽവേയുടെ മുദ്ര. തൊട്ടാ വിവരമറിയും, തൊട്ടാ വിവരമറിയും. എൻ്റെ നിൻ്റെ മേലൊരു മുദ്രയുണ്ട്, എൻ്റെ നിൻ്റെ മേലൊരു മുദ്രയുണ്ട്. ഒരാൾ അഡ്വാൻസ് തന്ന്, ആമേൻ, അഡ്വാൻസ് തന്ന്, അച്ചാരം തന്ന് മുദ്രയിട്ടേക്കുക. എന്തിനാ? കാഹളം കേൾക്കുന്ന സമയത്ത് ഈ മുദ്രയുള്ളവർ എടുത്തുകൊള്ളപ്പെടും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ആ പ്രത്യാശ ഉണ്ടോ ദൈവമക്കളെ? അതോ ഭൗതിക കാര്യങ്ങൾ കൊണ്ട്, ഈ ലോകത്തിലെ കാര്യങ്ങൾ കൊണ്ട് അകത്തോട്ട് കയറി അങ്ങ് ഇരിക്കുവാണോ? അല്ല. ആമേൻ. ആ നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ. ആശേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലലെല്ലാം മാറിയിടുമേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. ഹല്ലേലൂയ നാട്ടിൽ ഞാൻ എത്തിടുമ്പോ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. ഹല്ലേലൂയ നാട്ടിൽ ഞാൻ എത്തിടുമ്പോ വിണ്മയമാകും ശരീരം ആവിൻ രൂപി എന്നല്ലലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ല. ഈ പ്രത്യാശയായിരിക്കണം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ഈ പ്രത്യാശ ഉണ്ടെങ്കിലുണ്ടല്ലോ, എന്ത് ജീവിതത്തിൽ വന്നാലും കർത്താവിനെ വിട്ട് നമ്മൾ പോകത്തില്ല. ഹല്ലേലൂയ. കർത്താവിനെ തള്ളി പറയാൻ നമുക്ക് തോന്നത്തില്ല. ഞാൻ അനുഭവിച്ച പെയിൻ എന്ന് പറഞ്ഞാൽ, പ്രിയ ദൈവമക്കളെ, പറഞ്ഞാൽ അറിയിക്കാൻ വയ്യാത്ത പെയിനാണ്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഹല്ലേലൂയ,
അവിടെ ശക്തി എന്ത് ചെയ്യുന്നില്ല, വെളിപ്പെട്ട് വരുന്നില്ല. ആ ശക്തി എഴുന്നേറ്റ് വരുന്നില്ല. അവിടുത്തെ ആ ശക്തി ചലിക്കുന്നില്ല. എന്താ കാരണമെന്ന് ചിന്തിച്ചപ്പോൾ അവർ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നിടത്ത് ഫുൾ അടച്ചു പൂട്ടി സൗണ്ട് പ്രൂഫാക്കി ഇരിക്കുന്ന അതിനകത്തുനിന്ന് ഉയരുന്ന സ്തോത്രമാണ്, അതിനകത്തുനിന്ന് ഉയരുന്ന ആരാധനയാണ്. ഹല്ലേലൂയ. അതിന് കാരണക്കാരനാരാ? ഞാനാ. ഹല്ലേലൂയ. എന്നെ ടാർഗറ്റ് ചെയ്തു ദൈവമക്കളെ, എന്നെ ടാർഗറ്റ് ചെയ്തു കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ദൈവം അനുവദിച്ചു ചില വിഷയങ്ങൾ, ദൈവം അനുവദിച്ചു ചില വിഷയങ്ങൾ. ആമേൻ. ജോമോൻ പാസ്റ്റർ 21 ദിവസത്തിൻ്റെ 20ാമത്തെ ദിവസം വൈകിട്ട് രാത്രി ഞങ്ങളുടെ വീട്ടിൽ വന്ന് ആ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അല്പസമയം ആമേൻ കർത്താവിൻ്റെ ദാസൻ സജിമുട്ടൻ പാസ്റ്റർ ആമേൻ എന്നെ കാണാനായിട്ട് വന്നപ്പോൾ ദൈവാസൻ്റെ കൂടെ വന്നതാണ്. ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ജോമോൻ പാസ്റ്റർ പറഞ്ഞ പദം ഇങ്ങനെ, പാസ്റ്ററെ നിങ്ങളുടെ നേരെ പല രീതിയിലാണ് ഫൈറ്റിങ് വന്നേ. അദ്ദേഹം ആക്യുറേറ്റായിട്ട് പറഞ്ഞു. ഒന്നാമത് അദ്ദേഹം പറഞ്ഞ പദം ഇതാ, ആദ്യം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഞെരുക്കങ്ങൾ കൊണ്ടുവന്നിട്ട്, സാമ്പത്തിക ഞെരുക്കങ്ങൾ, പട്ടിണി, മറ്റ് വിഷയങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങളെ തകർക്കാൻ നോക്കി. അതിനെ നിങ്ങൾ ജയിച്ചു. സത്യമതേ മക്കളെ, വെള്ളം കുടിച്ച് വട്ടപ്പാറ കഴിഞ്ഞ ദിനങ്ങളുണ്ട്. പച്ചവെള്ളം മാത്രം കുടിച്ച് വട്ടപ്പാറ കിടന്ന സമയങ്ങളുണ്ട്. 20 രൂപയുടെ ഡയപ്പർ മേടിക്കാൻ പൈസ ഇല്ലാത്തത് കാരണം ആമേൻ സ്വന്തം വീട്ടിലേക്ക് ആമേൻ പറഞ്ഞു വിട്ട ആളാണ് ഏറ്റവും ബാക്കിലിരിക്കുന്നത്. ആമേൻ മകന് കുഞ്ഞിന് 20 രൂപയുടെ ഡയപ്പർ മേടിക്കാൻ പൈസ ഇല്ലാത്തത് കാരണം അങ്ങനെ പട്ടിണി അനുഭവിച്ചു. പക്ഷേ അതിനെ ഞങ്ങൾ മറികടന്നു. 2 ആമേൻ ഹല്ലേലൂയ, ചർച്ചിനകത്തെ വിഷയങ്ങൾ. അതെ ആമേൻ, പല സന്ദർഭങ്ങളിലാണ് ഞങ്ങളുടെ ചർച്ചിൻ്റെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുന്ന വിഷയങ്ങൾ അതിനകത്തുനിന്ന് ഉയർന്നു വന്നത്. അതിനെ ഞങ്ങൾ നേരിട്ടത് മാനുഷികമായിട്ടല്ല, കായികമായിട്ടല്ല, ഉപവാസത്താലും പ്രാർത്ഥനയാലും അതിനെ ജയിച്ചു. 3 ദേശത്ത് നിന്ന് ഉയർന്ന ആമേൻ പരിഹാസങ്ങൾ, ഹല്ലേലൂയ, മറ്റ് വിഷയങ്ങൾ, അതിനെ നിങ്ങൾ ജയിച്ചു. ഇപ്പോൾ അത് നിങ്ങളുടെ നേരെയാ വന്നിരിക്കുന്നത്. ആ ദൈവദാസൻ ജോമോൻ പാസ്റ്റർ പറഞ്ഞ പദം ഇങ്ങനെ, അത് നിങ്ങളുടെ നേരെയാ ഇപ്പോൾ അത് വന്നിരിക്കുന്നത്. അതിനെയും നിങ്ങൾ ജയിക്കും, അതിനെയും നിങ്ങൾ ജയിക്കും. ജയിച്ചത് കൊണ്ടാ 4.5 മാസത്തിന് ശേഷം PMG പാളയം ചർച്ചിൽ മൈക്കും പിടിച്ചോണ്ട് നിൽക്കാനിടയായി തീർന്നത്. മരിച്ചെന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളവർ പോലും വിധി എഴുതി കേട്ടോ. എൻ്റെ കൂടെ സഹശുശ്രൂഷകരായിട്ട് നിൽക്കുന്ന സഹോദരങ്ങൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് ദീർഘശ്വാസം വിടും. 1 മാസം കൊണ്ട് 8 കിലോ വെയിറ്റ് കുറഞ്ഞ്, ചലിക്കാൻ പറ്റുന്നില്ല. 2 പേരുണ്ടെങ്കിൽ, അത് സാക്ഷ്യം വിശദമായിട്ട് വൈഫ് ലാസ്റ്റ് പറയും, 2 പേരുണ്ടെങ്കിലേ കൈ പിടിച്ച് പൊക്കാൻ പറ്റത്തുള്ളൂ. തരാം പാഷൊക്കെ ഞാൻ കിടക്കുന്നിടത്ത് വന്നിരുന്ന് പ്രാർത്ഥിച്ച ദൈവ മനുഷ്യനെ നന്ദിയോടെ ഓർക്കുന്നു പാഷേ. ഹല്ലേലൂയ, നന്ദിയോടെ ഓർക്കുന്നു. പാഷൊക്കെ പലവട്ടം വിളിച്ചു ചോദിച്ചു, വരാൻ പറ്റിയില്ല. ഹല്ലേലൂയ. ഒത്തിരി 100 കണക്കിന് ദൈവമക്കൾ. ഞാൻ ഈ മോർണിംഗ് മന്ന എന്ന് പറയുന്ന മെസ്സേജ് യൂട്യൂബിൽ 4-5 വർഷം അതിന് മുമ്പേ കൊടുക്കുമായിരുന്നു. പക്ഷേ യൂട്യൂബിൽ 4-5 വർഷമായിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ആ മെസ്സേജ് കുറച്ച് നാളായിട്ട് റെക്കോർഡ് ചെയ്യാനോ സ്റ്റുഡിയോയിൽ പോകാനോ കഴിയാതിരിക്കുന്ന, കാരണം ഇതിനെക്കാട്ടിൽ ഹൈ ബീം ലൈറ്റാണ്. കാരണം കണ്ണിലോട്ട് വെട്ടമടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെ എനിക്ക് ഫോൺ എടുക്കാനേ പറ്റത്തില്ല. ഹല്ലേലൂയ. പക്ഷേ അങ്ങനെ ആൾക്കാരറിഞ്ഞ് 100 കണക്കിന് ദൈവമക്കൾ. ഹല്ലേലൂയ. ഒത്തിരി ദൈവമക്കൾ നമ്മൾ പോലും കണ്ടിട്ടില്ലാത്തവർ വിളിച്ചിട്ട് പറയും, പക്ഷേ 3 ദിവസം നിങ്ങൾക്ക് വേണ്ടി ഉപവസിക്കാൻ പോവാ. പ്രിയ ദൈവമക്കളെ, ആ പ്രാർത്ഥനയാൽ ആ ദൈവദാസം പറഞ്ഞതുപോലെ അതിനെയും നിങ്ങൾ മറികടക്കും. ആമേൻ. ശക്തിയോടെ ആമേൻ പറ. ഹല്ലേലൂയ. മറികടന്നത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. മടങ്ങി വരട്ടെ, സാക്ഷ്യം ഏറ്റവും ഒടുവിൽ ഞാൻ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മടങ്ങി വരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് മുദ്രയിട്ടിരിക്കുന്ന ആ ഉറപ്പ്, അത് പറയാനാവുന്ന ആ വേദനകളുടെ നടുവിൽ എനിക്ക് പിറുപിറുക്കാൻ തോന്നിയില്ല, ദൈവത്തോട് പരാതി പറയാൻ തോന്നിയില്ല, ദൈവത്തോട് ചോദ്യം ചോദിക്കാൻ തോന്നിയില്ല. പിന്നെന്ത് ചെയ്യാൻ പറ്റിയെന്നറിയോ? ആ വേദനകളുടെ നടുവിൽ ദൈവം തരുന്ന സാന്നിധ്യത്തെ അനുഭവിക്കാനിടയായി തീർന്നു. അയ്യോ, അത് ഭയങ്കരമാണ് കേട്ടോ. ആ വേദനയുടെ നടുവിൽ നമ്മൾ അനുഭവിക്കുന്ന സാന്നിധ്യം. ആമേൻ. ഒരു വാക്ക് പോലും ദൈവത്തോട് പരാതി പറയാൻ തോന്നത്തില്ല. അതുപോലെ വേദനയാ, പൊളയുക, ശിരസ് മുതൽ പാദം വരെ പൊളയുക, ചലിക്കാൻ കഴിയാത്തതുപോലെ വേദന കൊണ്ട് പൊളയുക. രാത്രിയിലൊക്കെ അലറിക്കിടന്ന വിളിക്കുന്നത്.
വേദന കടിച്ചമർത്താൻ വേണ്ടി ബെൽറ്റൊക്കെ എടുത്ത് വരിഞ്ഞു മുറുക്കുക. മരുന്നൊന്നും ഏൽക്കുന്നില്ല. പെയിൻ കില്ലറുകൾ 3-4 കഴിച്ചാൽ പോലും ശരീരത്തിൽ ഹല്ലേലൂയ ചലിക്കുന്നില്ല, അനങ്ങുന്നില്ല. വേദന കൊണ്ട് അലറി വിളിക്കുക. ദൈവമക്കളൊക്കെ കരഞ്ഞ് നിലവിളിക്കുക. പക്ഷെ അതിൻ്റെ നടുവിൽ ഞാൻ അനുഭവിച്ചൊരു ദൈവസാധ്യം, ഞാൻ അനുഭവിച്ചൊരു ദൈവകൃപയുണ്ട് കേട്ടോ. ഒരു വാക്ക് പോലും ദൈവമേ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ചോദിക്കാൻ ഇടയായില്ല. മറിച്ച് ആ വേദനകളിൽ കർത്താവിനെ അനുഭവിക്കാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. വാക്തത്വത്തിൻ പരിശുദ്ധാത്മാവിനെ നമ്മളെ എന്ത് ചെയ്തേക്കോ? മറക്കല്ലേ, ഈ പദം മറക്കരുത് കേട്ടോ. അപ്പുറത്തെ ശങ്കരന്റെ, ഇപ്പുറത്തെ മുഹമ്മദിന്റെ, ഇപ്പുറത്തെ കോയയുടെ കൂട്ടല്ല. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ മുദ്രയുണ്ട്. നമ്മുടെ മേൽ മുദ്രയുണ്ട്. ആരും നമുക്ക് വില തരത്തില്ലായിരിക്കാം, ആര് സമൂഹത്തിൽ നമുക്കൊരു മാന്യത തരത്തില്ലായിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ ആത്മാവിന്റെ മുദ്ര നമ്മുടെ മേലുണ്ട്. അച്ചാരമായ വാക്തത്വത്തിന് പരിശുദ്ധാത്മാവ്. എന്തു അച്ചാരം? ഹല്ലേലൂയ. 10 സെന്റ് സ്ഥലം മേടിക്കാനായിട്ട് നമ്മൾ കണ്ടു എന്ന് വിചാരിക്കുക. അത് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം കൊണ്ടുപോയി ഒരു അഡ്വാൻസ് കൊടുക്കും, ഇല്ലേ? അഡ്വാൻസ് കൊടുത്തിട്ട് പറയും 6 മാസത്തിനകത്ത് അല്ലെ ഇത്ര ദിവസത്തിനകത്ത് ഞങ്ങളിത് എഴുതിയെടുത്തുകൊള്ളാം. എന്തോ കൊടുത്തു കഴിഞ്ഞു? അഡ്വാൻസ് കൊടുത്ത് എഗ്രിമെൻ്റ് എഴുതി കഴിഞ്ഞിട്ട് വേറൊരാൾ വന്നിട്ട് പറയുക, അയ്യോ ഞാൻ ഇച്ചിരി കൂടെ കൂടുതൽ തരാം, ആ വസ്തു എനിക്ക് തരുമോ എന്ന് ചോദിച്ചാൽ കിട്ടുമോ? കിട്ടത്തില്ല. അദ്ദേഹം പറയും, സോറി, എന്താ ഇച്ചിരി നേരത്തെ വരാഞ്ഞ്, ഇത് അഡ്വാൻസ് ചെയ്തു പോയി. എല്ലാം പിടികിട്ടിയോ? പിശാചിന്റെ പിടിയിൽ നിന്ന് എന്നെ നിങ്ങളെ കർത്താവ് വീണ്ടെടുത്തത് പരിശുദ്ധാത്മാവിന്റെ അച്ചാരം കൊടുത്ത ആ വാക്തത്വത്തിൽ പരിശുദ്ധാത്മാവിന മുദ്രയിടപ്പെട്ട നമ്മളെ നോക്കി പൗലോസ് പറയുകയാണ്, അവനോടുകൂടെ സകലവും നമുക്ക് നൽകി തരാതിരിക്കുമോ? അല്ലെ, പിടികിട്ടിയോ? എടാ, ഇത്ര വിലപ്പെട്ടത് അഡ്വാൻസ് കൊടുത്തെങ്കിൽ ഈ ഭൂമി നിനക്ക് വേണ്ട ചപ്പും ചവറും അവൻ തരാതിരിക്കുമോന്ന്? ആമേൻ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലം നമുക്ക് നൽകാതിരിക്കുമോ? നല്ലൊരു ആമേൻ പറ. സ്വർഗത്തിലെ നമ്മുടെ അപ്രമേയ ധനത്തെക്കുറിച്ച് നമ്മൾ ബോധ്യമുള്ളവരായിരിക്കണം. അല്ലാതെ ഇവിടെ വന്നിരുന്ന അയ്യോ എന്ന് പറഞ്ഞ് നിരാശപ്പെടരുത് കേട്ടോ. ഒരു ഭൗതിക നന്മ നിനക്ക് കിട്ടിയില്ലെങ്കിലും നീ ആ ഓണം ബമ്പർ അടിച്ചവനെക്കാട്ടി ഭാഗ്യവാനാണ്. ഏറ്റവും വലിയ ലോട്ടറി അടിച്ചവനെക്കാട്ടി ഭാഗ്യവാനാണ്. കാരണം നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയേക്കുക. ആമേ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ ദൈവം നിന്നെ നിറച്ചേക്കുക. പ്രിയനായവനിൽ അവൻ നിന്നെ തെരഞ്ഞെടുത്തേക്കുക. അടുത്ത പറയുന്ന അവൻ നിന്നെ ദത്തെടുത്തേക്കുക. ദത്തെടുപ്പിന്റെ അറിയാമോ? ദത്തെടുക്കാന്ന് പറഞ്ഞാൽ അറിയാമോ? എൻ്റെ ഒരു സ്നേഹിതൻ ചില നാളുകൾക്ക് മുമ്പ് അവർക്ക് 16 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. ദത്തെടുക്കാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ വേണ്ട, പ്രാർത്ഥിക്കാൻ, ദൈവം പറയുന്നുണ്ട് തലമുറ തരുമെന്ന്. ആമേ. പക്ഷേ പുള്ളി ഇച്ചി സ്വത്തൊക്കെ ഉള്ള ആളാ. പുള്ളിക്കാരൻ ദത്തെടുക്കുന്നതിൻ്റെ പ്രോസസ്സിങ്ങിന് പോയി. ആദ്യം ഫോമൊക്കെ മേടിച്ച് എഴുതി. ഹല്ലേലൂയ. കുറേ കണ്ടീഷൻസ് പറഞ്ഞു. ആദ്യം അവർ വന്ന് നോക്കും, ദത്തെടുക്കുന്ന കുഞ്ഞിനെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റിയ അന്തരീക്ഷം വന്നു. 2, ഹല്ലേലൂയ, അതിനെ നല്ല രീതിയിൽ വളർത്താനുള്ള സാമ്പത്തിക ഇതുണ്ടോ, കരുത്തുണ്ടോന്ന്. 3-ാമതായിട്ടുള്ള കാര്യമാണ്, ഇവരുടെ കാലശേഷം ഈ കുഞ്ഞിൻ്റെ പേരിൽ ഇതെല്ലാം എഴുതി വെക്കാവോ? ഏക്കർ കണക്കിന് റബ്ബറും തോട്ടമുള്ള മനുഷ്യൻ അത് കണ്ടപ്പോൾ പറഞ്ഞു, സോറി, ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. സത്യത്തിൽ അവർക്ക് ദൈവം തലമുറ കൊടുത്തു കേട്ടോ. സ്വന്തമായിട്ടൊരു മകളെ കൊടുത്തു. ഇപ്പോൾ എത്ര വയസ്സ്? 4 വയസ്സ് കഴിഞ്ഞില്ലേ? ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതാ. ഹല്ലേലൂയ. കണ്ടോ, സ്വർഗ മഹിമകളെ വെടിഞ്ഞിട്ട് നമ്മളെ ദത്തെടുക്കാൻ ഈ ഭൂമി വന്ന് എന്തോ വലിയ ക്രെഡിറ്റ് നമുക്കുണ്ടായിട്ടാണോ? വലിയ വില നമുക്കുണ്ടായിട്ടാണോ? എസ്കേൽ പ്രവചനത്തിനകത്തോണ്ട് നീ വീണ് കിടന്നു ഉരുണ്ട് കിടക്കുമായിരുന്നു, ചെളിക്കകത്ത് ഉരുണ്ട് കിടക്കുമായിരുന്നു, നിന്നെ കുളിപ്പിക്കാൻ ആരുമില്ലായിരുന്നു. ആമേ. നിന്നെ നഗ്നത കണ്ടിട്ട് എല്ലാവരും മാറി കടന്നു പോയപ്പോൾ ഞാൻ വന്ന് നിന്നെ മറച്ചെന്ന്. ഹാലേ. പെറുപെറുപ്പ് വരുമ്പോൾ, ചോദ്യം വരുമ്പോൾ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കണം കേട്ടോ. ദൈവം നടത്തിയ വഴികൾ അറിയാതെ കരഞ്ഞു പോകും, അറിയാതെ ദൈവത്തെ സ്തുതിക്കും കേട്ടോ. ചിലരൊക്കെ എന്തിനാ കൂടുതൽ നൃത്തം ചെയ്യുന്നത്, ചിലരൊക്കെ എന്തിനാ കൂടുതൽ തുള്ളിച്ചാടുന്നത്? അവർക്ക് അതിൻ്റെ വില മനസ്സിലായിട്ടാ. ഹല്ലേലൂയ. മനസ്സിലായ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. ആമേൻ. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നമുക്ക് തരും. പൗലോസിന്റെ ഹൃദയത്തിനകത്ത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തുവാ? റോമ കാണണം.
റോമ കാണണം. ദൈവം അവന് എന്തായിട്ട് കൊടുത്ത്? ഒരു വാഗ്ദത്തമായിട്ട് കൊടുത്തു. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നെന്നാ വായിക്കുന്നത്. അയ്യോ, പൂട്ടിയേക്കുവാ, കാരാഗ്രഹം പൂട്ടിയേക്കുവാ. കർത്താവ് അവന്റെ അടുക്കൽ നിന്നിട്ട് പറയാം, മോനെ യെരൂശലേമിൽ നീ എൻ്റെ സാക്ഷിയായതുപോലെ റോമയിൽ നീ എൻ്റെ സാക്ഷിയാകും. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ഞാൻ നിനക്ക് വാഗ്ദത്തമായിട്ട് തരുക. പക്ഷെ അടുത്തത് വന്നത് എന്തുവാണെന്നറിയാമോ? പ്രതികൂലം. 40-ലധികം പേര്. ആമേൻ. ഇനി ആ ഒരു കാര്യം പറയാം, വാഗ്ദത്തം ദൈവം പറഞ്ഞെങ്കിൽ പ്രതികൂലം ഉണ്ടെന്ന് കണ്ടിട്ട് അവൻ വാഗ്ദത്തം പറഞ്ഞേ. കാരണം ആ വാഗ്ദത്തത്തിനകത്ത് ആ പ്രതികൂലങ്ങളെ അതിജീവിക്കാനുള്ള റിസോഴ്സസ് ഉണ്ട്, അതിജീവിക്കാനുള്ള കരുത്തുണ്ട്, നന്മയുണ്ട്. ചേർന്ന രാമേ പറ. ഈ ദിവസങ്ങളിൽ ചിലർക്ക് വേണ്ടി ചില പുതുവഴികൾ ദൈവം തുറക്കാൻ പോവുക. ചില വഴികൾ ദൈവം തുറക്കുക. എല്ലാ കണ്ണുകളും അടച്ചാട്ട്. ഹല്ലേലൂയ. 28-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ റോമയിൽ എത്തുന്നതിന് മുമ്പത്തെ 7-ാമത്തെ 8-ാമത്തെ പ്രതിസന്ധി, ആപത്ത്. 7-ാമത്തെ 8-ാമത്തെ ആപത്താ. നോക്കിയേ, രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. 275 പേര് കപ്പലിൽ ഇരുന്നുകൊണ്ട് പറയാം രക്ഷപ്പെടത്തില്ല. കാരണം എന്താ? 14 ദിനരാത്രങ്ങളായി സൂര്യനെ കണ്ടിട്ട്, ചന്ദ്രനെ കണ്ടിട്ട്, നക്ഷത്രങ്ങളെ കണ്ടിട്ട് രക്ഷപ്പെടത്തില്ല. ഇതിൻ്റെ നടുവിൽ ഈ മനുഷ്യൻ വീണ്ടും പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ ദൈവം അവനോട് വീണ്ടും പറയുകയാണ്, ഹല്ലേലൂയ, പൗലോസേ ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ കൈസരുടെ മുമ്പിൽ നിർത്തും. ഉണ്ടോ? ഈ പൗലോസിന് നിങ്ങൾ വായിച്ചാൽ അറിയാം, ഫെസ്തോസിൻ്റെ മുമ്പിൽ, ഫേലിക്സിൻ്റെ മുമ്പിൽ, അഗ്രിപ്പാവിൻ്റെ മുമ്പിൽ പലവട്ടം ഇവൻ നിന്നപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നിന്നെ വിട്ടയച്ചേക്കട്ടെ, നിന്നെ വിട്ടയച്ചേ. കാരണം നിന്റെ വിഷയത്തിനകത്ത് വലിയ രീതിയിലുള്ള ഗൗരവമായിട്ടുള്ള കുറ്റമൊന്നും കാണുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ പൗലോസ് പറയുന്നൊരു പദമുണ്ട്, ഞാൻ കൈസരെ അഭയം ചൊല്ലിയിരിക്കുന്നു, അതുകൊണ്ട് ഹല്ലേലൂയ എന്നെ നിങ്ങൾ വിട്ടയക്കേണ്ട. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ആ ഭാഗം വായിച്ചപ്പോൾ ഇങ്ങനെ, കർത്താവേ, എടാ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരുത്തിനെ വിട്ടയക്കാമെന്ന് പറഞ്ഞാൽ ആരാ വേണ്ടാന്ന് പറയാത്തെ? നമ്മൾ പറയോ വേണ്ടാന്ന് പറയോ? ഇല്ല. എങ്ങനെങ്കിലും ബെയിലെടുത്ത് പുറത്ത് വരാനേ നമ്മൾ നോക്കത്തുള്ളൂ, ഇല്ലേ? പക്ഷെ ഇവൻ പറയാ വിടണ്ട, ഞാൻ കൈസരെ അഭയം ചൊല്ലിയേക്കുക. ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ച്, കർത്താവ് എന്താ അങ്ങനെ ഈ കൈസരെ അഭയം ചൊല്ലിക്കുന്ന പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റോമയിലാണ് കൈസരുടെ അരമനയുള്ളത്, അവിടെ ചെന്നാലേ പറ്റത്തുള്ളൂ. എടാ മോനെ അഗ്രിപ്പാവ്, ഫെസ്തോസ്, ഫേലിക്സ്, നീ എന്നെ വിട്ടയച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് നിനക്ക് കിട്ടും. പക്ഷേ എൻ്റെ ദൈവം എന്നെ അവിടെ കൊണ്ടുവന്ന് എത്തിച്ചാൽ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയാണ്. അല്പം കഴിഞ്ഞിട്ടായാലും എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി മതി. ഉണ്ടോ? ഹല്ലേലൂയ. ഇനി മെലീത്തയിലെത്തിയപ്പോൾ നിങ്ങൾ നോക്കിയേ, കണ്ടോ? രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞവരെവിടെത്തി? രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേര് മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ അസാധാരണമായ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം ഞങ്ങളെയൊക്കെ കൈക്കൊണ്ട് പൗലോസ് കുറേ വിറക്കി തീക്കകത്തിട്ട്. കണ്ടോ? എല്ലാവർക്കും ചൂട് കിട്ടി, കുളിര് മാറി, തണുപ്പ് മാറി. പക്ഷെ പൗലോസ് പറയുക, എനിക്ക് ഈ തണുപ്പ് പോരാ, എനിക്ക് ഈ ചൂട് പോരാ, എനിക്ക് ഈ ചൂട് പോരാ. കണ്ടോ? അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഈ പ്രാർത്ഥന പോരാ, എനിക്ക് ഈ ആരാധന പോരാ. ഹല്ലേലൂയ. വചനം പറയുന്നു, എൻ്റെ ജനത്തെ ഞാൻ വിറകാക്കും, എൻ്റെ വചനത്തെ ഞാൻ തീയാക്കും. കണ്ടോ? ആമേൻ. ആത്മീകമായി ചിന്തിച്ചാൽ പൗലോസ് ആമേൻ ഒരു ആത്മീകമായൊരു പ്രവൃത്തിയാണ് ചെയ്തത്, ഒരു പ്രൊഫറ്റിക്കൽ ആക്റ്റാ ചെയ്തത്. ആമേൻ. വിറക് വിറക്കി തീക്കകത്തിട്ടപ്പോൾ അർത്ഥം ഇത്രയേ ഉള്ളൂ, ജനത്തെ വചനത്തിലേക്ക് അടുപ്പിച്ചു. എന്ത് സംഭവിച്ചു? തണുപ്പ് പറ്റി പിടിച്ചിരുന്ന അണലി, ആ ദേശശക്തി പുറത്തു വരാനിടയായി തീർന്നു. ആരാടാ എൻ്റെ അടിത്തറ ഇളക്കിയത്, ആരാടാ എൻ്റെ ഇരിപ്പിടത്തെ ഇളക്കിയതെന്ന് വചനം പറഞ്ഞു. അവനും ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. അർത്ഥം ഇത്രയേ ഉള്ളൂ, തീ വചനമാണെങ്കിൽ ഇന്ന് രാവിലെ നിന്റെ നേരെ വരുന്ന ചില പ്രതികൂലത്തെ വചനം കൊണ്ട് നേരിടുക, വചനം കൊണ്ട് നേരിടുക. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ട ചില വചനങ്ങൾ, നിങ്ങളോട് ദൈവം പറഞ്ഞ ചില വചനങ്ങൾ, നിങ്ങളുടെ ഉള്ളിൽ അത് വാഗ്ദത്തമായി നിങ്ങൾക്ക് വേണ്ടി അതിനകത്തെ ആത്മാവ് എഴുന്നേറ്റ് വരാൻ പോവുക. വചനം എഴുന്നേറ്റ് വരാൻ പോവുക. വചനത്തിനകത്തെ ആത്മാവ് എഴുന്നേറ്റ് വരാൻ പോവുക. ചില മിനിറ്റുകൾ ദൈവത്തെ സ്തുതിക്ക്, ചില മിനിറ്റുകൾ ദൈവത്തെ ആരാധിക്ക്. വചനത്തിനകത്തെ ആത്മാവ് എഴുന്നേറ്റ് വരാൻ പോവുക. ആമേൻ.
കയ്യെ പറ്റി പിടിക്കുന്നതിനെ തീക്കകത്ത് കൊട, തീക്കകത്ത് കൊട, തീക്കകത്ത് കൊട. വചനം കൊണ്ട് കുടഞ്ഞുകള, വചനം കൊണ്ട് കുടഞ്ഞുകള, വചനം കൊണ്ട് കുടഞ്ഞുകള. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ ആമേൻ പറഞ്ഞേ, ശക്തിയോടെ ആമേൻ പറഞ്ഞേ. നോക്കിയേ, കയ്യെ തൂങ്ങുന്നത് കണ്ടിട്ട് ബർബരന്മാർ പറയുക, ഇവനൊരു കൊലപാതകൻ, ഒരു കൊലപാതകൻ. കണ്ടോ, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി ജീവിച്ചിരിക്കാൻ സമ്മതിക്കുന്നില്ല. അവനും ആ ജന്തുവിനെ തീയിൽ കൊടഞ്ഞു കളഞ്ഞു. രാമൻ പറ, ഈ ദിവസങ്ങളിൽ ചിലതിനെ കൊടയാൻ തയ്യാറാണോ? ചിലതിനെ കൊടയാൻ തയ്യാറാണോ? ആത്മാവിൽ ചിലതിനെ തീക്കകത്ത് കൊടയാൻ തയ്യാറാണോ? വചനം പറയുന്നു, ദോഷമൊന്നും പറ്റിയില്ല, ദോഷമൊന്നും പറ്റിയില്ല. ദോഷം പറ്റത്തില്ല. ദോഷം പറ്റാനാ ചെയ്തത്, ദോഷം പറ്റാനാ ചെയ്തത്. പക്ഷെ നീ വചനം കൊണ്ട് അതിനെ കൊടഞ്ഞപ്പോ അത് നേരെ ചെന്ന് റീബൗൺസ് അടിച്ച്. ഒരാമേൻ പറ. ചില തിരിഞ്ഞടിക്കാൻ പോവാ, വിശ്വസിക്കാമോ? ചില നിന്റെ നേരെ ചെയ്തത്, നിന്റെ കുടുംബത്തിന്റെ നേരെ ചെയ്തത്, സഭയുടെ നേരെ ചെയ്തത്, ദൈവദാസന്റെ നേരെ ചെയ്തത്, പ്രാർത്ഥിക്കുന്നവന്റെ നേരെ ചെയ്തത്, ചില തിരിഞ്ഞടിക്കാൻ പോവാ. ദോഷമൊന്നും പറ്റിയില്ല. ആ ആ ആ ദൈവശക്തി അടിക്കുന്നു, ദൈവശക്തി അടിക്കുന്നു, ദൈവശക്തി അടിക്കുന്നു, ദൈവശക്തി അടിക്കുന്നു. തകർന്നു പോകാൻ ചെയ്തത്, നശിച്ചു പോകാൻ ചെയ്തത്, പ്രീമച്ച ഡിസീസുകൾ, പ്രീമച്ച ഡെത്തുകൾ, അടകമന സമയത്തിന് മുമ്പേ രോഗം, സമയത്തിന് മുമ്പേ മരണം കൊണ്ടുവന്നിട്ട് ചില കുടുംബങ്ങളെ, ചില ഭവനങ്ങളെ ഉടമനടകടകടക അവൻ നിലതെറ്റിക്കാൻ, സ്ഥാനം തെറ്റിക്കാൻ ആവാഹിച്ചു വിട്ട ചില ചെയ്തികൾ ഇന്ന് മുതൽ തീക്കകത്ത് കൊടഞ്ഞുകള, 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 കൊടഞ്ഞുകള. ആത്മാവി കൊടഞ്ഞുകള, ആത്മാവി കൊടഞ്ഞുകള, 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 കൊടഞ്ഞുകള. ദൈവശക്തി, ദൈവശക്തി, ദൈവശക്തി അടിക്കുന്നു, ദൈവശക്തി അടിക്കുന്നു. ദൈവ കുടഞ്ഞുകള, ആത്മാവി കുടഞ്ഞുകള ചിലതിനെ. ഓ ഓ ദൈവശക്തി, ദൈവശക്തി. ഈ ആലയത്തിനകത്ത് ദൈവശക്തി ഇറങ്ങുമെന്ന്. ചിലതിനെ കുടഞ്ഞുകള, നിന്റെ ഉദരത്തെ വീർപ്പിക്കുന്ന, ഇല്ലാത്ത മരുന്ന് നിന്നെ കൊണ്ട് കഴിപ്പിക്കുന്ന ചില അനലി ശക്തികളെ വചനം കൊണ്ട് കുടഞ്ഞുകള. തീ 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 തീ. ഹല്ലേലൂയ. റിയാദാ റബാ ബാ ബാ ബാ. ആമേൻ. ഹല്ലേലൂയ. സത്യയുടെ ആമേൻ പറഞ്ഞേ. നോക്കിയേ, കൊലപാതകൻ. എന്നെ നോക്കി, എന്നെ നോക്കിയേ. കൊലപാതകൻ എന്ന് പറഞ്ഞവര് എവിടെ നിൽക്കുക? ഇവിടെ നിൽക്കുക. പൗലോസിൻ്റെ അടുത്ത് നിൽക്കുക. കയ്യിൽ അന്നേരം എന്തോ ഉണ്ട്? അണലിയുണ്ട്. അണലിയെ കയ്യെ തൂങ്ങുന്നത് കണ്ടിട്ട് ബർബരന്മാർ പറയുവാണ് കൊലപാതകൻ. 275 പേര് വേറെ മാറി നിൽക്കുന്നുണ്ട്. അവർക്ക് ആർക്കും ഒരു വിഷയമില്ല. ആർക്കുമില്ലാത്ത വിഷയം നിനക്കുണ്ടോ? ആരും കടന്നു പോകാത്ത പ്രതികൂലം നിനക്കുണ്ടോ? ആർക്കും ലഭിച്ചിട്ടില്ലാത്തൊരു വിടുതൽ നിനക്ക് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ആരും പറയാത്തൊരു സാക്ഷ്യം നീ പറയാൻ പോവുക. ആരും പറയാത്തൊരു സാക്ഷ്യം നീ പറയാൻ പോവുക. അവൻ ശാന്തര. ഓ ഓ ഓ ശിവന്റെ നാമത്തിൽ നോക്കിയേ, നോക്കിയേ. കുറച്ച് സമയം കഴിഞ്ഞ് ഈ ബർബരന്മാരെല്ലാം ഇപ്പുറത്താണ് നിൽക്കുന്നത്. കാരണം പൗലോസ് ഇവിടെ നിൽക്കുന്നത്. പൗലോസ് എവിടാണോ നിൽക്കുന്നത് അവിടെ ഇവന്മാർ നിൽക്കുന്നത്. കാരണം ഇവൻ ഇപ്പം വീർക്കും, ഉദരം ഇങ്ങനെ വീർക്കും, വയറ് വീർക്കും, പെട്ടെന്ന് ചത്ത് വീഴും. വയറ് വീർക്കും, ചത്ത് വീഴും. പക്ഷേ അവൻ വളരെ നേരം ഇവനെ കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി. എല്ലാവരും പറഞ്ഞേ, എല്ലാവരും പറഞ്ഞില്ലല്ലോ. മനസ്സ് മാറി. ഒരു ദേവൻ എന്ന് പറഞ്ഞു. നോക്കിയേ, കൊലപാതകൻ എന്ന് പറഞ്ഞവർ തന്നെ, എന്നെ നോക്കണം നിങ്ങൾ, കൊലപാതകൻ എന്ന് പറഞ്ഞവർ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയുക ഇവൻ ആരാണ്? ദേവനാണ്. കൊലപാതകൻ, ദേവൻ. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു.
ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. എങ്ങനത്തെ ദൈവപ്രവൃത്തിയാണെന്നറിയോ? മനസ്സ് മാറ്റുന്ന ദൈവപ്രവൃത്തി. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക്, ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുക്ക്. ചിലതിനെ നീ കുടഞ്ഞു കളയുമ്പോൾ, കഴിഞ്ഞ നിമിഷം വരെ നിന്നോട് സഹകരിക്കാത്ത ചിലത്, നിന്നോട് ഇടപെടാത്ത ചിലത്, അതിന്റെ മനസ്സ് മാറാൻ പോവുക. കൊലപാതകൻ എന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ ദേവനെന്ന് മാറ്റിപ്പറയിക്കുന്ന വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ മുദ്രയിട്ടിരിക്കുന്നത് കൊണ്ട് അമലിയുടെ ശക്തി നിന്റെ മേൽ കേറത്തില്ല. നിന്റെ മേലുള്ള അഭിഷേകം മേലിക്കും. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്ക്, ശക്തിയോടെ ദൈവത്തെ സ്തുതിക്ക്. ഹല്ലേലൂയ. നഷ്ടപ്പെട്ട 14 ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടത് 90 ദിവസം കൊണ്ട് 3 മാസം കൊണ്ട് മടക്കി കൊടുത്ത് അവിടെ നിന്ന് നല്ലപോലെ യാത്ര അയക്കുമ്പോൾ പൗലോസ് എവിടെ എത്തിയെന്നറിയാവോ? 28:16. 28:16 റോമയിൽ എത്തിയ ശേഷം. മതി സിസ്റ്ററെ, റോമയിൽ എത്തിയ ശേഷം എല്ലാം പിടികിട്ടിയോ? റോമയിൽ എല്ലാം പിടികിട്ടിയോ നിങ്ങൾക്ക്? ഉള്ളിലുള്ള ആഗ്രഹത്തെ വാക്തത്വമായിട്ട് ദൈവം നൽകി. ആ വാക്തത്വത്തോടൊപ്പം വന്ന പ്രതികൂലത്തെ ദൈവം നൽകിയ റിസോഴ്സസ് കൊണ്ട് മറികടന്നു. അപരിചിതമായ സ്ഥലത്ത് ആമേൻ കൊലപാതകൻ എന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ ദേവനെന്ന് മാറ്റിപ്പറയിപ്പിച്ച് ഒരു കപ്പൽ നിറയെ സാധന സാമഗ്രികളുമായിട്ട് താൻ ആഗ്രഹിച്ച സ്ഥലം എവിടെയാണോ അവിടെ സ്വർഗത്തിലെ ദൈവം എത്തിച്ചെങ്കിൽ, ഇത് ഇന്ന് പകൽ ഈ ആലോചന കേൾക്കുന്ന 2026 ഫെബ്രുവരി മാസം 14-ാം തീയതി ദൈവശബ്ദം കേൾക്കുന്ന ഈ ദൈവസഭയിലെ ദൈവമക്കളോടാ. അടക്കചക്കര ഞാൻ പേഴ്സണലായിട്ട് ദൂത് പറയുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഈ ദൂത് പലരുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഈ വാക്തത്വം ദൈവം നിനക്ക് നൽകി തരുവാ. ചില വാക്തത്വം നീ നിനക്ക് ദൈവം നൽകി തരാൻ പോവാ. നിന്റെ തലമുറയോട് പറഞ്ഞത്, നിന്നോട് പറഞ്ഞത്, ഈ ദിവസങ്ങളിൽ കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, പക്ഷെ കുഴി വെട്ടിക്കോ, വെള്ളം നിറയ്ക്കാൻ ദൈവശക്തനാ. പ്രാർത്ഥന കുറയ്ക്കല്ലേ, ഉഴപ്പ് മാറ്റണേ, ദൈവാരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഘടകചകല യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഹല്ലേലൂയ. വാക്തത്വം പറഞ്ഞ ദൈവം വിശ്വസ്തൻ, അരുളി ചെയ്ത ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. സത്യയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2025 ഒക്ടോബർ മാസം 6-ാം തീയതി ഞാൻ എറണാകുളത്തൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോവാ. രാവിലെ പോകുമ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ആ വീട്ടിലോട്ട് ചെന്ന് കയറി കുറച്ച് നേരം ഇരുന്നതും എനിക്ക് തല കറങ്ങുന്നത് പോലെ ഒരു പ്രയാസം ഉണ്ടായി. പെട്ടെന്ന് എനിക്ക് വൊമിറ്റ് ചെയ്യണം തോന്നിയ അവിടുത്തെ ടോയ്ലറ്റിൽ പോയി എൻ്റെ വയറ്റിൽ അന്ന് എന്തൊക്കെ കഴിച്ചത് ഫുള്ള് വൊമിറ്റ് ചെയ്യാൻ ഇടയായി തീർന്നു. ഞാൻ വൊമിറ്റ് ചെയ്തിട്ട് അവിടെ ഹോളിൽ വന്ന് അവിടെ വലിയൊരു സെറ്റിയായിരുന്നു, അതേ കുറച്ച് നേരം കിടന്നിട്ടും എൻ്റെ ക്ഷീണം അങ്ങോട്ട് മാറുന്നില്ല. ആ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നു. ആമേൻ. ആ വിഷയം ഒന്ന് രണ്ട് സങ്കീർണമായ വിഷയങ്ങൾ പ്രാർത്ഥിക്കാനായിട്ടാണ് ഞാൻ പോയി. പക്ഷെ എനിക്കത് ശബ്ദമെടുത്തോ ഒന്നും ഞാൻ ആ കിടക്കെ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ആമേൻ. അവർ വലിയ വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെയാണ് അവർ ഒരുക്കിയത്. പക്ഷെ എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റിയില്ല. വൈകിട്ട് അവർ ഒരു കാറ് വിളിച്ച് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടു. ഞാൻ ട്രെയിൻ കയറി ട്രിവാൻഡ്രത്ത് വന്നിറങ്ങി എൻ്റെ കാറ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്ത് ഞാൻ എങ്ങനെയോ വീട്ടിൽ വന്നു. വീട്ടിൽ നിന്ന് ആ കാറിൽ നിന്ന് ഞാൻ ഇറങ്ങുകയും വീണ്ടും വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. മീര മുന്നോട്ട് വരാം. ഹല്ലേലൂയ. വീണ്ടും വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. അവൻ എന്നിട്ട് ശാന്തമായിട്ട് കിടന്നുറങ്ങി. പിറ്റേന്നായപ്പോൾ ഞങ്ങളുടെ ചർച്ചിൻ്റെ അടുത്തൊരു ക്ലിനിക്കുണ്ട്. നമ്മുടെ ചർച്ചിൽ വരുന്ന ഒരു സാറ് തന്നെയാണ് അത് നടത്തുന്നത്. അങ്ങനെ ആ ക്ലിനിക്കിൽ അപ്പോൾ എൻ്റെ ബോഡി ടെമ്പറേച്ചർ ഉണ്ടാകാൻ തുടങ്ങി. ഞാൻ വിചാരിച്ച് പനി വല്ലതും ആയിരിക്കുമെന്ന് വിചാരിച്ച് പനി ആയിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ പോയി അദ്ദേഹത്തോട് പറഞ്ഞ് എനിക്ക് പനിയാന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു പാരസിറ്റമോളിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു. 3 ദിവസത്തേക്കുള്ള മരുന്ന് തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു 3 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക്. 3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ചെല്ലുമ്പോൾ ആ ടെമ്പറേച്ചറിന് മാറ്റില്ല. പനിയുണ്ടോയെന്ന് ചോദിച്ചാൽ പനിയില്ല, നല്ല ബോഡി, നല്ല ടെമ്പറേച്ചർ അങ്ങോട്ട് മാറുന്നില്ല. വീണ്ടും ഒരു ഇഞ്ചക്ഷൻ തന്നു, 3 ദിവസത്തേക്കുള്ള മരുന്ന് തന്നു. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ആയിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പക്ഷേ ഇനി വേറെ ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. അദ്ദേഹം തന്നെ പൗടിക്കോണത്തുള്ള ഒരു ഡോക്ടർ ആനന്ദ്, എൻ്റെ ഒരു സ്നേഹിതനും കൂടെ, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഞാൻ പോയി. അദ്ദേഹം ഇതുപോലെ
ആമേൻ ഒരു 3-4 ദിവസത്തേക്കുള്ള മരുന്ന് തന്ന് എന്നെ വിട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ വീണ്ടും അത് കഴിഞ്ഞിട്ട് ചെല്ലുമ്പോഴും അതിനങ്ങോട്ടൊരു മാറ്റമില്ല. ആമേൻ 6,000 രൂപയോളം വിലയുള്ള ഒരു 5-8 കൂട്ട് ബ്ലഡ് എന്ത് ചെയ്തു, അതിൻ്റെ ടെസ്റ്റ് ചെയ്തു. പക്ഷേ ആ ടെസ്റ്റിനകത്തൊന്നും ഒരു കുഴപ്പവും ഇല്ല. അദ്ദേഹം പറയും ഇതെന്ത് പറ്റിയോ, ഒന്നും കാണുന്നില്ലല്ലോ. ആമേൻ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഞായറാഴ്ച ഉച്ചയ്ക്ക് ഞങ്ങളുടെ ആരാധന കഴിഞ്ഞിട്ട് ഞാൻ താഴെ പിള്ളേരുമായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ തൊട്ട് നോക്കുക, അയ്യോ ഇവിടെ അനങ്ങുന്നില്ല, ഇവിടെ തൊടാൻ പറ്റുന്നില്ല, ഇവിടെ തൊട്ടിട്ട് ഒന്നും അറിയുന്നില്ല, സെൻസേഷൻ ഇല്ല, ഇവിടെ തൊടുമ്പോൾ ഒന്നും അറിയുന്നില്ല. ഞാൻ പറയും ഇതെന്ത് പറ്റി. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി. ചൊവ്വാഴ്ചയാണ് പിന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയേ. ചൊവ്വാഴ്ച ചെല്ലുമ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ അയ്യോ എമർജൻസി ആയിട്ട് പാസ്റ്റർ എന്ത് ചെയ്യണം, ഒരു ന്യൂറോയെ കാണണം, എമർജൻസി ആയിട്ട് ഒരു ന്യൂറോയെ കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാണും, പക്ഷേ ബുധനാഴ്ച എനിക്ക് കോട്ടയത്ത് പോകണം, വ്യാഴാഴ്ച എനിക്ക് ഗൾഫിൽ നിന്നൊരു ഫാമിലി എന്നെ കാണാൻ വേണ്ടി മാത്രം കോന്നി വന്നിട്ടുണ്ട്, അവിടെ പോകണം. അത് രണ്ടും കാരണം അവർ എന്നെ കാണാനായിട്ട് മാത്രമാണ് അവർ ഒരാഴ്ചത്തേക്ക് ലീവ് എടുത്ത്. ഞാൻ വ്യാഴാഴ്ച ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞ് അങ്ങനെ അവർ ഹല്ലേലൂയ അങ്ങനെ ന്യൂറോയെ കാണാൻ പറ്റില്ല. വെള്ളിയാഴ്ച ഈ മോക്ക് സർവോദയ അഡ്മിഷൻ എടുക്കണം, ഞങ്ങൾ ചെല്ലാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ 3 കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് കോസ്മോയിൽ ഷെഫീഖ് ഡോക്ടറെ ചെന്ന് കാണുമ്പോൾ അദ്ദേഹം ഇവിടെ തൊട്ട് നോക്കിയപ്പോൾ സെൻസേഷൻ ഇല്ല. എൻ്റെ അടുത്ത് പറഞ്ഞ് ആമേൻ അവിടുത്തെ ടേബിളിൽ കിടക്കാൻ പറഞ്ഞു. ടേബിളിൽ കിടന്നു. അദ്ദേഹത്തിൻ്റെ കുറേ ഉപകരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ ശരീരത്തിൽ പലയിടത്തായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും ഭാഗത്ത് സെൻസേഷൻ ഇല്ല, സെൻസേഷൻ ഇല്ല. അദ്ദേഹം പറഞ്ഞു എമർജൻസി ആയിട്ട് ഇപ്പോൾ അഡ്മിറ്റ് ആകണം. ഞാൻ പറഞ്ഞു ഞാനൊരു പാസ്റ്ററാണ്, എനിക്ക് ചർച്ച ഉണ്ട്, നാളെ കഴിഞ്ഞ് ഞാൻ ഞായറാഴ്ച വന്നിട്ട് അഡ്മിറ്റാകും. അദ്ദേഹം ഒരു ചിരിയാണ് ചിരിച്ചത്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളായിരുന്നു, ഞായറാഴ്ച വരെ നീ ജീവിച്ചിരിക്കണ്ടായോ. ആമേൻ. അതുപോലെ എന്നുവെച്ചാൽ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോകുന്ന രീതിയിലേക്കുള്ള പ്രയാസമാണ് എന്നുള്ള രീതിയിൽ ഡോക്ടർ പറഞ്ഞു. എമർജൻസി ആയിട്ട് കോസ്മോയിൽ അഡ്മിറ്റ് ചെയ്തു. അതിന് ശേഷമുള്ള കാര്യം പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ ഇടയിൽ തന്നെ പാസ്റ്റർ ഒത്തിരി കാര്യങ്ങൾ വിട്ടു. ഞങ്ങളെ അതിനകത്ത് തന്നെ ഭയങ്കര വിളിയും ബഹളവും. കാരണം ഈ വാരിയെല്ലാണെങ്കിൽ ഇടത് സൈഡിലെ വാരിയെല്ല് ബൾജായിപ്പോയി. അങ്ങനെ അതിൻ്റേതായ ബുദ്ധിമുട്ട് കൊണ്ട് ഭയങ്കര വേദനയും, ആ വേദന കൊണ്ടാണ് തലകുത്തി മറിയുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഏകദേശം 1.5 മാസത്തോളം ഉറക്കമില്ലായ്മയും ഛർദില. ഇച്ചിരി എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ 1 സ്പൂണ് കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് വൊമിറ്റിംഗ് ആണ്. ഞാനിങ്ങനെ ബക്കറ്റ് പിടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ പാസ്റ്റർ അവസ്ഥ കണ്ട് ഞങ്ങളുടെ വീടിനകത്ത് ഒന്നും ഫുഡ് പോലും ഞങ്ങൾ വെക്കത്തില്ല ആ 1.5 മാസവും. അപ്പോൾ ഞാൻ കഞ്ഞി ഉണ്ടാക്കി കൊടുക്കും, പക്ഷേ കഞ്ഞി വേണ്ട, വേറെ എന്ത് കൊടുത്താലും വേണ്ട. അപ്പോൾ ഇങ്ങനെ ബക്കറ്റ് പിടിച്ചുകൊണ്ടിരിക്കും. ഛർദ്ദിക്കുന്നത് വേറെ ഏതാണ്ട് എന്താ ഛർദ്ദിക്കുന്നത് പോലും നമുക്കറിയത്തില്ല. പിന്നെ വിളി എന്ന് പറഞ്ഞാൽ ഈ വേദന കൊണ്ട് സഹിക്കാൻ പറ്റാത്ത വിളി. അപ്പോൾ നമുക്ക് ആണെങ്കിൽ എന്തോ ഇത് അസുഖം എന്തുവാണ്, ഡോക്ടേഴ്സിൻ്റെ അടുത്തെല്ലാം ചെല്ലുമ്പോൾ അവരൊരു പെയിൻ കില്ലർ മാത്രം. അതുവരെ ആ കോസ്മോയിൽ അഡ്മിറ്റ് ആയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. രോഗം എന്തുവാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പെയിൻ കില്ലർ മാത്രം തരും. അത് കഴിക്കുമ്പോൾ പെട്ടെന്നൊരു മയക്കം ഉണ്ടാവുമെങ്കിൽ ഈ വേദന മാറുന്നില്ല. ഒത്തിരി ദിവസങ്ങൾ രാത്രി ഞാനാണെങ്കിൽ പാസ്റ്ററിനെ പേരൂർക്കട ഹോസ്പിറ്റല്, കാരണം ഒരു പെയിൻ കില്ലർ എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ ഇടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കൊണ്ടുപോകുമായിരുന്നു രാത്രി കാലങ്ങളിൽ. പിന്നെ ഈ വേദന തുടങ്ങിക്കഴിഞ്ഞാൽ, കൂടുതലും രാത്രിയാണ് ഭയങ്കര വേദന. നമ്മൾ വേദന തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആർക്കും കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയായിരുന്നു ഞങ്ങളുടെ ഭവനത്തിനകത്ത്. പക്ഷേ ഇന്ന് ആ അവസ്ഥയെല്ലാം വേദനയെല്ലാം ദൈവം മാറ്റുവാനിടയായി തീർന്നു. ഇപ്പോഴും അസ്വസ്ഥതകളുണ്ട്, പൂർണ്ണമായ സൗഖ്യമായിട്ടില്ല എങ്കിലും ആ വിളിയും ബഹളവും വൊമിറ്റിങ്ങും എല്ലാം ദൈവം മാറ്റുവാനിടയായി തീർന്നു. നമ്മുടെ വീടിനകത്ത് ഉറക്കമുണ്ട്. പാസ്റ്റർ ഉറങ്ങാത്തതുകൊണ്ട് ഞങ്ങളും ഉറങ്ങത്തില്ല. കാരണം ഈ വിളി കൊണ്ട് ഉറങ്ങാൻ പറ്റത്തില്ല. തലകുത്തി ഇങ്ങനെ നിൽക്കും കട്ടിലേൽ, ബെൽറ്റ് എടുത്ത് കെട്ടി നോക്കും. കാരണം അങ്ങനെയെങ്കിലും വേദന കുറയുന്നെങ്കിലോ എന്ന് വെച്ചിട്ട്. അപ്പം നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊക്കെ ഡോക്ടേഴ്സ് ഈ വേദന എന്തുവാ അതൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഛർദ്ദിക്കുന്നത് എന്തുവാ
എന്തുവാണ് അതൊന്നും ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മളെല്ലാവരും ഞങ്ങളുടെ ചർച്ചുകാർ അറിയുന്ന ദൈവമക്കളെല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. രോഗം എന്തുവാണെന്ന് കണ്ടുപിടിക്കട്ടെ, ശരിയായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് മുൻപോട്ട് പോകട്ടെ. സങ്കീർത്തനക്കാരൻ പറയപ്പെടുന്നത് പോലെ യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുക കൊണ്ട് ഞാൻ അവന് പാട്ട് പാടും. അതുപോലെ തന്നെ ദൈവവചനത്തിൽ പറയപ്പെടുന്നത് പോലെ കർത്താവ് ചെയ്ത സകല ഉപകാരങ്ങൾക്കും നമ്മൾ എന്ത് തന്നെ തിരിച്ച് നമുക്ക് മതിവരത്തില്ല. നമ്മളൊരു സ്തോത്രം പറഞ്ഞാലോ നമ്മളൊന്ന് ആരാധിച്ചാൽ പോലും മതിവരത്തില്ല. അത്രയ്ക്കുള്ള ഉപകാരമാണ് ഈ 4 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ ഭവനത്തിനകത്ത് ദൈവദാസന്റെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവം ചെയ്യുവാനിടയായി തീർന്നത്. അങ്ങനെ പെയിൻ കില്ലറുകൾ ഒത്തിരി വെച്ചു, പക്ഷേ എന്നാലും ഒരു മാറ്റവുമില്ല. കോസ്മോയിൽ അഡ്മിറ്റായി. അവർ കുറച്ച് സ്റ്റിറോയിഡ് കൊടുത്തു. അതിനു മുമ്പ് തന്നെ MRI എടുത്തു, CT എടുത്തു, നട്ടെല്ലൊന്ന് ഫ്ലൂയിഡ് എടുത്ത് നോക്കി. ഇതൊക്കെ എടുത്ത് നോക്കിയിട്ട് അവർ പറയുന്നത് ഒന്നും നമുക്കതിൽ ശരിക്കും ഒരു റൂട്ട് കിട്ടുന്നില്ല. ശരിക്കും അവർ നമ്മളോടൊന്നും തുറന്ന് പറയുന്നില്ല. എന്തുവാന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് പറയുന്നത്. അന്നേരം എല്ലാം നമ്മൾ ദൈവമേ ഇനി എന്തോ ചെയ്യാം. ഞാനും പിള്ളേരും അങ്ങ് വളരെ വല്ലാത്തൊരവസ്ഥയിലായി പോയി. കാരണം കൊച്ചുകുട്ടികളാണ്. മോക്ക് 4 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ, മോനാണെങ്കിൽ 13 വയസ്സ് ഈ ആഴ്ചയിൽ തികയും. പക്ഷേ എന്നാലും വീട്ടിൽ വേറൊരു സിറ്റുവേഷൻ. ചർച്ച ആണെങ്കിൽ നമുക്ക് ശരിയായിട്ടുള്ള ഒരു രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. വിശ്വാസികളെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷെ എന്നാലും ഒരു ദൈവദാസനും കുടുംബവും ആ ചർച്ചിനകത്ത് എത്രത്തോളം ആക്റ്റീവ് ആയിരിക്കുമോ അത്രത്തോളം മാത്രമേ മറ്റുള്ള പ്രിയപ്പെട്ടവരും ആത്മീകത്തിൽ വളരത്തുള്ളൂ. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ട് പറയുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഭയങ്കരമായ വിഷമത്തിലായിപ്പോയി. കോസ്മോയിൽ ഒരാഴ്ച കിടന്നു. ഡോക്ടേഴ്സ് ഒത്തിരി പേര് വന്ന് നോക്കി. നമ്മുടെ പരിചയത്തിലെ ആളുകളെല്ലാം മറ്റു ഡോക്ടേഴ്സിനെ വിളിച്ച് ചോദിച്ചു. അന്നേരം ഒന്നും ശരിക്കും ഒരു റൂട്ട് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ അതായത് ഒരാഴ്ച കഴിയുമ്പോൾ പെട്ടെന്ന് അതായത് നമ്മുടെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ തന്നെ പ്രെയർ ബോർഡുണ്ട്. അപ്പോൾ അതിലോട്ടൊരു മെസ്സേജ് നമ്മളിങ്ങനെ ഇട്ടു, ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയാണ്, സെൻസേഷൻ പോയി, എന്തുവാ രോഗമൊന്നും കണ്ടുപിടിക്കുന്നില്ല. അന്നേരം അതിലെ പാസ്റ്റേഴ്സ് എല്ലാവരും അന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ നമ്മുടെ ട്രിവാൻഡ്രം നോർത്ത് ഡിസ്ട്രിക്ട് ചർച്ച് ഓഫ് ഗോഡിൻ്റെ അതിലാണ് നമ്മൾ ചർച്ച് ഓഫ് ഗോഡിലായിരിക്കുന്നത്. അപ്പം നോർത്ത് ഡിസ്ട്രിക്റ്റിലും ഈ പ്രാർത്ഥനാ വിഷയം ഇടുവാൻ ഇടയായി തീർന്നു. ദൈവമക്കളെ, പാസ്റ്റേഴ്സിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവദാസന്മാരുടെ പ്രാർത്ഥന ഭയങ്കരമാണ് കേട്ടോ. ഞാനത് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. ആ ഞായറാഴ്ച രാത്രിയിൽ ഞാൻ വട്ടപ്പാറ ചർച്ചിൽ പോയിട്ട് ഞാൻ തിരിച്ചു വരികയാണ്. വന്ന് രാത്രി ഭയങ്കരമായിട്ട് വിഷമത്തിൽ കിടക്കുകയാണ്. കാരണം സെൻസേഷൻ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്താകും കർത്താവേ എന്ന് ദൈവത്തോട് ചോദിച്ചുകൊണ്ട് കിടക്കുമ്പോൾ രാത്രി 2:30 ആകുമ്പോൾ പാസ്റ്റർ എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് പറയാണ്, മീര എന്നെ ഒന്ന് തൊട്ടു നോക്ക്, എൻ്റെ ശരീരത്തിൽ സെൻസേഷൻ വന്നു, എനിക്ക് സ്പർശന ശക്തി ഉണ്ട് എൻ്റെ ശരീരത്തിൽ. ഞാനിങ്ങനെ തൊട്ടു നോക്കണേ ഭയങ്കര ദൈവപ്രവൃത്തിയാണ്. അത് മരുന്നിൻ്റെ ബലത്തിൽ സംഭവിച്ചതല്ല. കാരണം റൂട്ട് കണ്ടുപിടിച്ച് അവരതിന് മരുന്ന് ചെയ്തില്ല, പക്ഷെ ദൈവമാണ് അവിടെ പ്രവർത്തിച്ചത്. ദൈവവചനം പറയപ്പെടുന്നത് പോലെ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു. ആ സൗഖ്യത്തിന്റെ കരം, കർത്താവിന്റെ ആണിപ്പാടേറ്റ കരമാണ് ദൈവദാസന്റെ ശരീരത്തിൽ സ്പർശിക്കുവാനിടയായി തീർന്നത്. അങ്ങനെ സ്പർശനശേഷി സെൻസേഷൻ വരുവാനിടയായി തീർന്നു. അപ്പോൾ പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞു, ഇത്രയൊക്കെ ആയല്ലോ, നമുക്ക് വീട്ടിലോട്ട് പോകാൻ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിസ്ചാർജ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ക്രമേണ അങ്ങ് കുറഞ്ഞുകൊള്ളും. പക്ഷേ ഞങ്ങൾ വീട്ടിൽ പോയി. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും കോസ്മോയിൽ വന്നു, ഡോക്ടറെ കാണിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും വരണമെന്ന് അവർ പറഞ്ഞു വിട്ടു. പക്ഷേ വരുമ്പോഴെല്ലാം അതിൻ്റെ തലേ ദിവസമൊക്കെ വീണ്ടും ഞങ്ങളുടെ വീട്ടിനകത്ത് വിളിയും ബഹളവും. കാരണം വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, ഛർദ്ദിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും പ്രശ്നത്തിലായി. അപ്പോൾ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞു ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്നുമില്ല, കുഴപ്പമില്ല, ഇങ്ങനെ പറഞ്ഞങ്ങ് വിട്ടു. ശരിക്കും അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, അവർക്ക് മനസ്സിലായിട്ടാണ് അവർ പറയാത്തത്. അങ്ങനെ ഞങ്ങളുടെ മന്ത്ലി മീറ്റിംഗ് മാസയോഗം ഉണ്ടായിരുന്നു. അത് വട്ടപ്പാറ ചർച്ചിലാണ്. അപ്പോൾ അതിൻ്റെ ആ വീക്കിൽ തന്നെ അതിൻ്റെ തലേ ദിവസം നമ്മളെയാണെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ജൂബിലിയിലെ 2-3 ഡോക്ടേഴ്സിനെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അവർ ഈ പേപ്പേഴ്സ് എല്ലാം, കോസ്മോയിലെ പേപ്പേഴ്സ് എല്ലാം അവരെടുത്ത് വെച്ച് നോക്കി. ഏകദേശം അരമണിക്കൂറിലധികം. അന്നേരം എല്ലാം പാസ്റ്റർ സിറ്റുവേഷൻ വേറെ രീതിയിലാണ്. പാസ്റ്റർ ഞാൻ കാഷ്വാലിറ്റിയിൽ ഒരു ട്രിപ്പ് കൊടുത്ത് പെയിൻ കില്ലറും അവർ ഡോക്ടേഴ്സിനെ കാണിച്ച് അവരിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പേപ്പേഴ്സ് എല്ലാം മേളിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തു. അവരാണെങ്കിൽ ഇതെല്ലാം
എല്ലാം ഇരുന്ന് പഠിച്ചു. അരമണിക്കൂറിലധികം പഠിച്ച് എന്നെ വിളിച്ചിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ട് അവരെന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് ഈ പേപ്പറിൽ നിന്നൊക്കെ വായിച്ചു നോക്കിയതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് പാസ്റ്ററിൻ്റെ ചെസ്റ്റിനകത്ത് സിസ്റ്റ് പോലെ, അതെന്തുവാണെന്ന് നമുക്കിപ്പോൾ ശരിക്കും പറയാൻ പറ്റത്തില്ല, അത് പെറ്റ് സ്കാൻ എടുത്താൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. സിസ്റ്റ് പോലെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ, ശ്വാസകോശത്തിൽ, ഹാർട്ടിനകത്ത് അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബൾജായി പോയി, വാരിയലിൻ്റെ വിഷയം പറഞ്ഞു, വാരിയല് ബൾജായി പോയി, അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനാണ്. എന്തുവാണെന്ന് കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ പെറ്റ് സ്കാൻ എടുക്കണം. അന്നേരം തന്നെ ഉടനെ തന്നെ പെറ്റ് സ്കാൻ എഴുതി, പിറ്റേ ദിവസം തന്നെ പെറ്റ് സ്കാൻ എടുത്തു. അപ്പോൾ പെറ്റ് സ്കാനിൻ്റെ റിപ്പോർട്ടിലും ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട്, കുറച്ചുകൂടെ വളരെയധികം വിശാലമായിട്ടാണ്, അതായത് അവർ പറഞ്ഞതിൽ നിന്നും ഇരട്ടിക്കിരട്ടിയായിട്ട് ശരീരത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥ ഡോക്ടേഴ്സ് ആ പെറ്റ് സ്കാനിൽ നിന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇത് സർജറി ചെയ്ത് കളയേണ്ട വിഷയമുണ്ട്, സർജറി ചെയ്യണം, കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ ഉള്ളിടത്ത് സർജറി ആവശ്യമാണ്, എമർജൻസി ആയിട്ട് ചെയ്യണം. അങ്ങനെ അവർ പറഞ്ഞു ഈ ജൂബിലിയിൽ അതിൻ്റെ ഒന്നുമില്ല, അപ്പോൾ നമുക്ക് SKയിലോട്ട് കിംസിൽ പോകാൻ അന്നേരെ പറഞ്ഞത്. പക്ഷേ എന്നിട്ട് പാസ്റ്റർ പറഞ്ഞു നമുക്ക് കിംസിൽ ഇപ്പോൾ പോകണ്ട. അപ്പോൾ ഞാനും പാസ്റ്റർ പറയുന്നതിനോട് ഞാൻ ചോദിച്ചു എന്നാൽ കിംസിൽ പോകണ്ട. അപ്പോൾ ആ ഡോക്ടേഴ്സ് പറഞ്ഞു എന്നാൽ SKയിൽ പോയി ചെയ്യാം, SKയിലാണെങ്കിൽ ഞങ്ങൾക്കും കൂടെ അവിടെ വന്ന് ആ തിയേറ്ററിനകത്തൊക്കെ നിൽക്കാനൊക്കെ നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വ്യാഴാഴ്ച തന്നെ, അതായത് നവംബർ മാസത്തിലെ സംഭവമാണ്, നവംബർ ഡിസംബർ ആ സ്റ്റാർട്ടിങ്ങിൽ, ആ വ്യാഴാഴ്ച, ആ വീക്കിലെ വ്യാഴാഴ്ച SK ഹോസ്പിറ്റലിൽ സർജറി ചെയ്യുവാൻ വേണ്ടിയിട്ട് എല്ലാ ഡേറ്റും ഫിക്സ് ചെയ്തു. അങ്ങനെ അതിനു മുമ്പ്, അതായത് ഈ രോഗം ഒക്ടോബർ മാസത്തിൽ ദൈവം എന്നോട് പറയുവാനിടയായി തീർന്നു, ശക്തമായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കണം, ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കയറ്റുന്നു. അതായത് ഓരോ ദിവസം കഴിയും തോറും ദൈവദാസന്റെ ശാരീരിക സ്ഥിതി വഷളായി പോകുന്നതായിട്ടും, ഹോസ്പിറ്റലിൽ കയറ്റുന്നു, അവിടെ അഡ്മിറ്റ് ആകുന്നു, അവിടെ ICUലോട്ട് കയറുന്നു, അബോധാവസ്ഥയിലോട്ട് പോകുന്നു, മരണകരമായ സിറ്റുവേഷനിലോട്ടാകുന്നു. ഞാൻ ഇങ്ങനെ പുറത്തു നിന്ന് കരയുന്നു. ഇതൊക്കെ ദൈവം എന്നെ ഇങ്ങനെ കാണിക്കുവാനിടയായി തീർന്നു. അന്നേരം ആ ആഴ്ചയിൽ ആ സംഭവം, അതായത് സർജറി ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ഈ പഴയ കാര്യം എനിക്ക് ഓർമ്മ വന്നു. ദൈവം എന്നോട് പറഞ്ഞ കാര്യം ഞാനിങ്ങനെ ഉപവസിക്കാൻ തുടങ്ങി, കണ്ടിന്യൂസ് ആയിട്ട്, അതായത് നിർത്താതെ ഞാനിങ്ങനെ ഉപവസിക്കുകയാണ്. കർത്താവേ, കത്തി തൊടാൻ, ശരീരത്തിൽ കത്തി തൊടരുത്, ഒരിക്കലും ഒരു മരണകരമായ അവസ്ഥ ഞാൻ കണ്ടതുപോലെ സംഭവിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഉപവസിക്കുകയാണ്. നമ്മുടെ ദൈവമക്കൾ പ്രാർത്ഥിച്ചു, അറിഞ്ഞ ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഞായറാഴ്ച വളരെ ഭാരത്തോടെയാണ് ഞാൻ എല്ലാം രാവിലെ വീട്ടിൽ പാക്ക് ചെയ്ത് വെച്ചു. കാരണം അഡ്മിറ്റ് ആകണമല്ലോ, അന്ന് വൈകുന്നേരം അഡ്മിറ്റ് ആകണം. അപ്പം മാസയോഗം കൂടെയുണ്ട്, മാസയോഗം കൂടെ കഴിഞ്ഞ് ഞങ്ങൾക്ക് അഡ്മിറ്റ് ആകുക എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ മാസയോഗത്തിൻ്റെ അന്ന് ശനിയാഴ്ച ഞാനിങ്ങനെ വന്ന് സാക്ഷ്യം പറയാനിടയായി തീർന്നു. ദൈവദാസന്മാരെല്ലാവരും ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഭയങ്കര വൊമിറ്റിംഗ് ആണ്, നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞപ്പോൾ പാസ്റ്റേഴ്സിനും ദൈവമക്കൾക്കെല്ലാം മനസ്സിലായി. പാസ്റ്റർമാരെല്ലാവരും കൂടെ നമ്മുടെ ബിനു പാസ്റ്ററിൻ്റെ മുമ്പ് ഒരുമിച്ച് കൂടിയിട്ട് തലയിൽ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് തൊട്ട് ഈ വൊമിറ്റിംഗ്, ഈ ഛർദില് ഇപ്പോൾ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാ പാസ്റ്റർമാരും കൂടെ അങ്ങ് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. കൽപ്പിച്ചങ്ങ് പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, ഭയങ്കര വിടുതലായിക്കോട്ടെ. അന്ന് തൊട്ട് ഈ ഫെബ്രുവരി മാസം ഇതുവരെയും ഹല്ലേലൂയ ഛർദിക്കുവാൻ അങ്ങനെ ഒരു പ്രശ്നം ഹല്ലേലൂയ ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ദൈവസന്നിധിയിൽ നിന്നാ പറയുന്നത്. പിറ്റേ ദിവസമൊക്കെ ഇങ്ങനെ ഛർദിക്കുവാൻ വന്നു, പക്ഷെ ഛർദിച്ചില്ല. അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ ഇതുവരെയും ഹല്ലേലൂയ ദൈവദാസന്മാർ അതിനെ അങ്ങ് പ്രഖ്യാപിച്ചു പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ നാമത്തിൽ അത് നിൽക്കട്ടെ. അതുപോലെ നിൽക്കുവാനിടയായി തീർന്നു. ഇതിൽ നിന്ന് ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കർത്താവ് കേൾക്കും. പ്രത്യേകിച്ച് ദൈവദാസന്മാർ നമുക്ക് വേണ്ടി ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കും, ഓ ഇവർക്ക് വലിയ കൃപാവരം ഉണ്ടോ, എന്തുവാ, ചിലപ്പോൾ സൈലന്റ് ആയിട്ട് ശുശ്രൂഷിക്കുന്നവരായിരിക്കാം, സൈലന്റ് ആയിട്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം ദൈവദാസന്മാർ. നാം വില കൊടുക്കണം. അവരിലിരിക്കുന്ന അധികാരം വലുതാണ്. അവർ കൽപ്പിച്ചു കഴിഞ്ഞാൽ, അവർ യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവദാസൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിടുതൽ നടക്കും. ഞങ്ങളത് അനുഭവിച്ചിട്ടാ പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ വൊമിറ്റിംഗ് മാറി, പക്ഷെ വേദന കുറയുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം സൺഡേയിൽ ബിനു പാസ്റ്റർ, ഞാനിങ്ങനെ പെയിൻ കില്ലർ കൊടുത്തേക്കാണ്, അത് പോക്കറ്റിൽ ഇട്ടിട്ട് കഴിക്കാതെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഞാൻ ആശുപത്രിയിൽ പോകുന്നില്ല, ഞാൻ ഈ ആലയത്തിൽ കിടക്കുകയാണ്, ഈ പുൽപ്പിറ്റിൽ ഞാൻ കിടക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വരണം, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരാഴ്ച ഹല്ലേലൂയ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആകേണ്ടതിന് പകരം അവിടെ കിടന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ഞാനും പിള്ളേരും എല്ലാം, ഞങ്ങളെല്ലാവരും അവിടെ
കിടക്കുവാനിടയായി തീർന്നു. അറിഞ്ഞ ദൈവദാസന്മാരെല്ലാം ആലയത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. പ്രാർത്ഥിച്ചു. അതേസമയം പെറ്റ് സ്കാനിൽ ക്യാൻസർ എന്ന് ഉള്ള രീതിയിലാണ് പറഞ്ഞു വന്നത്. ഡോക്ടേഴ്സ് എല്ലാം, ഒത്തിരി ഡോക്ടേഴ്സ് അത് കണ്ടു. എല്ലാവരും അത് ക്യാൻസർ ആണ്, അത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടി ബയോപ്സിക്ക് വിടണം എന്നെല്ലാം ഡോക്ടേഴ്സ് വിധി എഴുതിയ സ്ഥാനത്ത് ആ ഒരാഴ്ചത്തെ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ വിശ്വാസികളെല്ലാം വന്ന് പറഞ്ഞു, മീര സിസ്റ്ററെ ഇനി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ കുറേ ഹോസ്പിറ്റലിൻ്റെ പേരുകൾ പറഞ്ഞു. കിംസിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമൊന്നും പാസ്റ്റർ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. പിന്നെയും കിംസിലോട്ട് തന്നെ ഞങ്ങൾ പിറ്റേ ദിവസം പോകുവാനിടയായി തീർന്നു. അവിടെ ചെന്ന് ബയോപ്സിക്ക് കൊടുത്തു. അപ്പോൾ ബയോപ്സി എടുക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞു, ശരിക്കും ഡയറക്റ്റ് ഇങ്ങനെ ഹാർട്ടിൻ്റെ പെറ്റ് സ്കാനിൻ്റെ CD ഇട്ട് എനിക്ക് കാണിച്ചു തന്നു ഓരോ കാര്യങ്ങളും, പാസ്റ്റിൻ്റെ ശരീരത്തിലെ ഓരോന്നിങ്ങനെ അവർ വീഡിയോ കാണിക്കുവാനിടയായി തീർന്നു. അപ്പോൾ ഡയറക്റ്റ് അത് എടുക്കാൻ പറ്റത്തില്ല ബയോപ്സിക്ക് വേണ്ടി, എൻഡോസ്കോപ്പി വഴി മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വയറിനകത്തൂടെ അങ്ങനെയാണ് എടുത്തത്. അങ്ങനെ ബയോപ്സിക്ക് വിട്ടു. ബയോപ്സിയിൽ ക്യാൻസർ എന്നുള്ളതിനെ ആദ്യം തന്നെ ക്യാൻസർ അല്ല എന്നത് വെട്ടിയാണ് ഇങ്ങനെ വരുവാനിടയായി തീർന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഹല്ലേലൂയ, ക്യാൻസർ എന്നുള്ള രോഗത്തെ സ്വർഗത്തിലെ ദൈവം മായ്ച്ചു കളയുവാനിടയായി തീർന്നു. ദൈവത്തിന് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. ഞാൻ ഇപ്പോഴും ഈ ആലയത്തിൽ കടന്നു വന്നപ്പോൾ അവിടെ ബാക്കിലിരുന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവെ, ക്യാൻസർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ കീമോയും ചെയ്ത് മുടിയും പൊഴിഞ്ഞ് വല്ലാത്തൊരു സിറ്റുവേഷനിൽ വീട്ടിനകത്തിരിക്കേണ്ട വ്യക്തിയെ ദൈവം ഇന്ന് ഈ ആലയത്തിനകത്ത് കൊണ്ട് നിർത്തുവാനിടയായി തീർന്നു. അതിനെ ദൈവം മായ്ച്ചു കളഞ്ഞു. ഹല്ലേലൂയ. പക്ഷേ പിന്നെയും ട്രീറ്റ്മെന്റ് തുടർന്നു. ബയോപ്സിക്ക് പോയി, പിന്നെയും MRI എടുത്തു. അങ്ങനെ ഓരോ സ്കാനിങ്ങുകളും ഒക്കെ എടുത്തു. ഇപ്പൊ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെയും ചില അസുഖങ്ങളുണ്ട് പാസ്റ്ററിന്. അപ്പൊ അങ്ങനെ ട്രീറ്റ്മെന്റിലോട്ട് മുൻപോട്ട് എന്തായാലും ക്യാൻസർ അല്ല എന്ന് ഹല്ലേലൂയ ദൈവം വിടുവിക്കുവാനിടയായി തീർന്നു. വേറെയും ചില അസ്വസ്ഥതകളിലൂടെയാണ് മുൻപോട്ട് പോകുന്നത്. അങ്ങനെ മരുന്നുകളൊക്കെ കഴിക്കുന്നു. ഇന്നലെ ഒരു MRI എടുക്കേണ്ടതായിരുന്നു. ഇനി അപ്പോൾ ഷുഗർ നോർമൽ ആകാത്തതുകൊണ്ടാണ് എടുക്കാത്ത. അങ്ങനെയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ കടന്നു വരുവാനിടയായി തീർന്നത്. നിങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുകയാണ്. പ്രാർത്ഥിച്ച ദൈവമക്കളുണ്ട്, ദൈവദാസന്മാരുണ്ട്, ദൈവദാസിമാരുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി പറയുകയാണ്. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കും. ഹല്ലേലൂയ, ആമേൻ. 3 രോഗങ്ങളാണെന്ന് പറഞ്ഞാണ് ബയോപ്സി ചെയ്തത്. ഒന്ന് ആമേൻ ക്യാൻസർ, ഹല്ലേലൂയ. 2 ഈ ലിംഫ് നോഡ്സ് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന TB. 3 സാർക്കോഡോസിസ്. അതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക, 1,00,000 ഒരാൾക്ക് വരുന്ന രോഗം. അപ്പോൾ ബയോപ്സി ചെയ്തതിനകത്ത് ആമേൻ ക്യാൻസർ അല്ല എന്ന് ബോൾഡായിട്ട് അവർ എഴുതി തന്നു. ആമേൻ, ദൈവത്തിന് മഹത്വം. പിന്നെ ആമേൻ ലിംഫ് നോഡ് TB അല്ലെങ്കിൽ സാർക്കോഡോസിസ്. ഇതിൻ്റെ 2ൻ്റെയും ലക്ഷണങ്ങൾ ഒന്ന് തന്നെയാണ്. 1 വെയിറ്റ് കുറയുക, 2 ശരീരത്തിൽ ക്ഷീണം, 3 വാ കഴിക്കുക. ആമേൻ. പിന്നെ എന്താ പറയുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതാ ഈ 2ൻ്റെ രോഗലക്ഷണങ്ങൾ ഒന്നാ. അങ്ങനെ അവർ ഗസ് ചെയ്തുകൊണ്ട് അവർ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. 1,00,000 ഒരാൾക്ക് വരുന്ന രോഗമായതെന്ന് പറഞ്ഞുകൊണ്ട് അവർ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. ഇപ്പോൾ 2 മാസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 10 ടാബ്ലറ്റോളം ഉണ്ട്. ഈ 10 ടാബ്ലറ്റ് കഴിക്കണം. അവർ എന്താ പറയുക, ഡയഗ്നോസിസ് ചെയ്ത് കറക്റ്റ് കണ്ടുപിടിച്ചില്ല. ഇത് 2ൽ ഏതെങ്കിലും ഒന്നാന്ന് പറഞ്ഞിട്ട് അവർ കിംസിൽ, നമ്മൾ മനസ്സിലാക്കണം, ഏറ്റവും കേരളത്തിലേക്ക് ഏറ്റവും അറിയപ്പെടുന്ന ഹോസ്പിറ്റലാണ്. പക്ഷേ എനിക്കൊരു കാര്യം പറയാൻ പറ്റും, ദൈവമാണ് വിടുവിച്ച്. ആമേൻ, ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ചർച്ചിൽ ആമേൻ ഞങ്ങൾ എല്ലാ ദിവസവും ഫുഡുണ്ട്. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളുടെ സൗരങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷേ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു അച്ഛൻ, ഐവിൻ എന്ന് പറയുന്ന ഒരു അച്ഛൻ വന്നിട്ട്, പക്ഷേ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ വീട്ടിൽ അമേരിക്കയിൽ നിന്ന് ഒരു ഫാമിലി വന്നു. അവർ എത്രയോ വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ വന്നേ. അപ്പോൾ അവരുടെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കടന്നുപോയ രോഗാവസ്ഥയെക്കുറിച്ച് ഐവിൻ അച്ഛനോട് പറഞ്ഞു. ആമേൻ. അന്നേരം അദ്ദേഹം പറഞ്ഞ പദം ഇങ്ങനെ, സാർക്കോഡോസിസ് എന്ന് പറയുന്ന രോഗമായി എന്നെ ബാധിച്ചു. അദ്ദേഹം പറയുക. അപ്പോൾ അച്ഛൻ ഞെട്ടിപ്പോയി, കൊള്ളാലോ, ഇത് 2ാമത്തെ പ്രാവശ്യം കേൾക്കുന്നത്. ആദ്യം ബിനു പാസ്റ്റർക്ക് ഇത് വന്നതായിട്ടാണ്, അതിൻ്റെ ചികിത്സയിൽ ഞങ്ങളുടെ പാസ്റ്റർ പോകുന്നതെന്ന് പറഞ്ഞാൽ ശരി കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, 80 കിലോ ഉണ്ടായിരുന്ന ആ മനുഷ്യൻ 45 കിലോയായി. 80 കിലോ വെയിറ്റ് ഉണ്ടായിരുന്ന മനുഷ്യൻ 45 കിലോയായി. മാത്രമോ 5 വർഷം ആ മനുഷ്യൻ മരുന്ന് കഴിച്ചു. ഹല്ലേലൂയ, ആമേൻ. പക്ഷേ ഇന്ന് പകൽ എനിക്ക് പറയാൻ കഴിയും, ആമേൻ, 1.5 മാസം കൊണ്ട് 8 കിലോ വെയിറ്റ് കുറഞ്ഞ ഞാൻ, മനസ്സിലായോ, 72 കിലോയിൽ നിന്ന് 65ആയി.
65 താഴെയായി. പക്ഷേ 2-3 പ്രാവശ്യം പിന്നീട് വെയിറ്റ് ചെക്ക് ചെയ്തപ്പോഴും അതിൽ കുറയാൻ ദൈവം അനുവദിച്ചില്ല, അതിൽ കുറയാൻ ദൈവം സമ്മതിച്ചില്ല. അതിൻ്റെ അർത്ഥം ആ രോഗത്തെ ദൈവം തൊട്ടെന്നല്ലേ, അതിൻ്റെ മേ ദൈവം വിടുതൽ അയച്ചെന്നല്ലേ. ഹല്ലേലൂയ. ഈ സ്റ്റിറോയിഡ് കഴിക്കുന്നത് കൊണ്ട് ഷുഗർ ഇച്ചിരി കൂടുതലാകുന്നുണ്ട്. ഇന്ന് രാവിലെ ഫാസ്റ്റിങ് ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ 275 ഉണ്ട്. അത് ഒന്ന് നോർമൽ 150 താഴെ വന്നെങ്കിൽ മാത്രമേ അടുത്തൊരു സ്കാൻ ചെയ്തിട്ട് എന്തുവാന്ന് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ദൈവമക്കളെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവമക്കളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കുക. പറഞ്ഞതിനെക്കാട്ടി 5-7 മിനിറ്റ് മുന്നോട്ട് പോയി, ദയവായിട്ട് ക്ഷമിക്കുക. ഒരു നിമിഷം കണ്ണുകളടയ്ക്കുക. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൻ്റെ ടൈം ഒരിക്കലും മാറത്തില്ലെന്ന് നമുക്ക് കേൾക്കാനിടയായി തീർന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നൽകി തരുമെന്ന് നമ്മളെ കേൾപ്പിക്കാനിടയായി. കർത്താവേ, ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എളിയവൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞ ദൈവവചനങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിനകത്ത് വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാകട്ടെ. ദൈവസഭയ്ക്ക് ഈ ശുശ്രൂഷകൾ ഒരു അനുഗ്രഹമാകട്ടെ. കർത്താവിൻ്റെ ദാസൻ കോശിപ്പാർഷക്കായിട്ട് സ്തോത്രം. ഈ സഭയെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടത്താൻ നിൻ്റെ മകനെ കരുത്തോടെ നിർത്തണം, അഭിഷേകത്തോടെ കുടുംബമായിട്ട് നിർത്തിയാട്ട്. കർത്താവേ, പ്രിയ തരകം പാർഷക്കായിട്ട് ആൻറ്റിക്കായിട്ടൊക്കെ സ്തോത്രം. അവരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങൾക്ക് നല്ല കൂട്ടായ്മകൾ ഓർക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മറ്റ് ദൈവദാസന്മാർക്കായിട്ട് സ്തോത്രം. എല്ലാവരും ഓർക്കുന്നു. ഫ്രെഡി പാർഷക്കായിട്ട് സ്തോത്രം. മറ്റ് സൗരങ്ങളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജയത്തോടെ ബലത്തോടെ എല്ലാവരും നിർത്തിയാട്ട്. യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ദൈവം അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും ശക്തമായ ദൈവത്തിൻ്റെ വചനത്തിലൂടെയും നമ്മോട് വ്യക്തമായി സംസാരിച്ചതിനാൽ നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവം നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. ഏത് കുരുളിൻ്റെ അനുഭവത്തിലൂടെ നാം കടന്നു പോകേണ്ടി വന്നാലും അതിൻ്റെ മധ്യയിൽ ഇറങ്ങി വന്ന് നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ കരുത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ, ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ദൈവമെന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നത് പോലെ, ദാവീദ് പറഞ്ഞതുപോലെ ഹൃദയത്തിലെ ആഗ്രഹം തരുന്ന ദൈവം നമ്മുടെ ദൈവമായിരിക്കാൻ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അതുപോലെ റോമയിൽ ഒന്ന് കടന്നുപോയി സുവിശേഷം അറിയിക്കണമെന്നുള്ളത് അപ്പോസ്തലനായ പൗലോസിന്റെ വലിയ താല്പര്യമായിരുന്നു. ദൈവം അത് അറിയുവാനിടയായി. ദൈവം തന്നെ പല വിധത്തിൽ ഹല്ലേലൂയ ദൈവശബ്ദങ്ങളിലൂടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ അരുളപ്പാടിലൂടെ, ഹല്ലേലൂയ വിവിധ നിലകളിൽ അത് അറിയിച്ച് അവസാനം റോമയിൽ താൻ എത്തിച്ചേരുവാനിടയായി. കരമുയർത്തി നമുക്കൊരു നിമിഷം ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എത്തിച്ചേരേണ്ട സ്ഥാനത്ത് നമ്മെ എത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പോകേണ്ട, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ നമ്മെ എത്തിച്ചേരേണ്ട പട്ടണത്തിൽ നമ്മെ എത്തിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കാലം ദൈവമേ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണ്? അത് ആത്മീയമാണോ, ഭൗതികമാണോ, ഏത് വിഷയം, കർത്താവുമായിട്ട് ബന്ധപ്പെട്ട ഏത് വിഷയമാണേലും, കർത്താവിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഏത് ആഗ്രഹമാണേലും, അത് ഭൗതികമോ ആത്മീകമോ ശാരീരികമോ എന്തായിക്കൊള്ളട്ടെ, അത് സാധിപ്പിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യ ഉള്ളതിനാൽ കരമുയർത്തി വീണ് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന്റെ ദാസൻ മിനുപാസനായി ഒരു നിമിഷം സ്തോത്രം ചെയ്യാം. പ്രിയ ശിശുനായി കുഞ്ഞിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അല്ല, തന്റെ ശരീരത്തിലുള്ള എല്ലാ രോഗാവസ്ഥകളും ഇന്ന് പകൽക്കാലം പൂർണ്ണമായി കർത്താവ് തൊട്ട് സൗഖ്യമാക്കുവാൻ, എല്ലാ ചികിത്സകളിൽ നിന്നും കർത്താവ് പൂർണ്ണമായി വിടുവിച്ച് അത്ഭുതം ചെയ്തു എന്ന് ദൈവം വീണ്ടും സാക്ഷ്യം പറയുവാൻ ദൈവം ഇടയാകേണ്ട അനേക സ്റ്റേജുകളിൽ ഈ സാക്ഷ്യം പൂർണ്ണ സൗഖ്യം തന്ന കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവിന്റെ ദാസനെ ദൈവം ഇടയാക്കുവാൻ പോകുന്നതിനാൽ നമുക്ക് വീണ്ടും ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. തന്നെ തന്റെ ശുശ്രൂഷകളെയും കർത്താവ് മാനിക്കട്ടെ. വൈകിട്ട് കർത്താവ് നമ്മോട് ഇടപെടുവാൻ ഇടയാകേണ്ടതിന് തോമസ് വർഗീസ് ഭാഷ നമ്മുടെ മധ്യ കടന്നു വന്ന് ശുശ്രൂഷിക്കാം. കർത്താവിന്റെ ദാസനെ കരങ്ങളിൽ എടുക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉപസിക്കുന്ന എല്ലാവരെയും ദൈവം ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇബ്രാഹിം തരൻ സാറ് കടന്നു വന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. പ്രൈസ് ഗോഡ്. നമുക്ക് വീണ്ടും കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളകൂടാ ആശ്രയിക്കുന്ന ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി വീണ്ടും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദ്യമായി ഞങ്ങളോട് സംസാരിച്ച വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ക്ഷീണാവസ്ഥകളും പ്രയാസങ്ങളും ഉണ്ടായെങ്കിലും അതിൽ നിന്നൊക്കെയും വിടുവിച്ച്
ഇത്രത്തോളം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അവിടുത്തെ കർത്താവെ ആവശ്യമായ ദൂതുകളെ തരുവാൻ സ്വർഗം ശക്തമായി ദൈവദാസനെ ഉപയോഗിച്ചതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹാലേലൂയ. അവിടുന്ന് ഓരോ ദിവസവും നടത്തുന്ന വിധങ്ങൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ തരുന്ന കർത്താവ്, നമ്മുടെ താല്പര്യമൊക്കെ നിവർത്തിക്കുന്ന കർത്താവ്, ഇന്ന് പകൽക്കാലം നമ്മോട് കൂടെ ഉള്ളതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അനുഭവ സാക്ഷ്യത്തോടുകൂടി വിഷയങ്ങളൊക്കെയും പറയുവാൻ ദൈവാസനയോട് ശക്തീകരിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കുടുംബമായി അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മെ, ദൂരസ്ഥരായിരുന്നു നമ്മെ സമീപസ്ഥരായ കർത്താവ് ഹല്ലേലൂയ വീണ്ടെടുത്തു. ഹല്ലേലൂയ. ആ രക്തം കൊടുത്ത് ഹല്ലേലൂയ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് പ്രാപിപ്പാൻ തക്കവണ്ണം സ്വർഗ്ഗം സഹായിച്ചതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളുടെ ഈ ഉള്ള കാലം എല്ലാം കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, പൂർണ്ണമായ സമർപ്പണത്തോടെ ആയിരിക്കാൻ ഞങ്ങളെ എല്ലാവരും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെല്ലാം തരണം ചെയ്യേണ്ടി വന്നാലും, പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികൾ കടന്നു വന്നാലും, രോഗങ്ങൾ കടന്നു വന്നാലും, അതിനെ എല്ലാം മധ്യത്തിൽ പൂർണ്ണമായി കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങുവാൻ, കർത്താവിനോട് പറ്റിയിരിക്കാൻ ഉള്ള കൃപയങ്ങൾക്ക് എല്ലാവർക്കും പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥന അവിടെ ധാരാളമായി അനുഗ്രഹിക്കണമേ. അതുപോലെ ഇന്ന് വൈകുന്നേരത്തെ ശുശ്രൂഷ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുടുംബമായി കർത്താവെ എല്ലാ ദൈവദാസന്മാരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉപവാസമുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കും ദൈവമക്കളെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ പേരെല്ലാം സ്വർഗീയമായി വിടുതൽ കൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവിന് വേണ്ടി നോക്കി പാർക്കുവാൻ, അതിനുവേണ്ടി ഒരുങ്ങുവാൻ സ്വർഗീയമായ കൃപയോടെ പ്രത്യാശയോടെ, ജീവനുള്ള പ്രത്യാശയോടെ ആയിരിക്കാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പാർശ്വക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്നു കർത്താവേ. വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്നിടത്ത് അവിടുത്തെ കരം വെച്ച് അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ. അവിടുത്തെ അഗ്നിമയമായ കരങ്ങൾ കൊണ്ട്, ആ തേജസ്സേറിയ കരങ്ങൾ കൊണ്ട്, ആ ദൃശ്യ കരങ്ങൾ കൊണ്ട് ഒരു സെക്കൻഡ് വെച്ച് പകർന്ന ഒരു പരിപൂർണമായ സൗഖ്യം, സ്ഥിരമായ സൗഖ്യം അവിടുന്ന് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വീണ്ടും പരിപൂർണ്ണം അടിപ്പെടാനുള്ള സൗഖ്യം വീണ്ടും പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടുമാറാകണമേ. അനേക പ്ലാറ്റ്ഫോമുകളിൽ യഹോവയാൽ സംഭവിച്ചു എന്നുള്ള സാക്ഷ്യം അറിയിപ്പാൻ തക്കവണ്ണം ദൈവകൃപ പകരുമാറാകണമേ. സഭയിലും രോഗത്താൽ ഭാരപ്പെടുന്ന അനേകരുണ്ടല്ലോ, യോവൻ പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ദൈവമക്കളുണ്ടല്ലോ, എല്ലാവർക്കും സൗഖ്യം പകരുമാറാകണമേ. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കണമേ. എല്ലാ ശൂന്യതകളെയും നിറയ്ക്കുമാറാകണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിന്റെ രക്തത്താലും വചനത്താലും എല്ലാവരെയും മുദ്രയിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് വിടുതൽ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സഭയിൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എല്ലാവരെയും വീണ്ടും വീണ്ടും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ ദാസൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയും തൻ്റെ ജീവിതാനുഭവങ്ങളും പങ്കിടുവാൻ കുടുംബമായി ദൈവം കൊണ്ടുവന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ 21 ദിവസത്തെ പകലും രാത്രിയിലും ശുശ്രൂഷിപ്പാൻ ഞാൻ വിളിച്ചിരുന്നു. ഇന്നും പകലും രാത്രിയിലേക്കാണ് വിളിച്ചത്. എന്നാൽ കർത്താവിൻ്റെ ദാസൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ട് കൊണ്ട് കടന്നു വന്നില്ല. പകരം പാസ്റ്റർ തോമസ് വർഗീസ് പാസ്റ്ററായിരിക്കും നമ്മുടെ മധ്യേ ശുശ്രൂഷിക്കുന്നത്. എല്ലാവരും വൈകിട്ട് കടന്നു വരണം.